ഷലോം, ഞാൻ റീന ഫ്രാൻസിസ്, എറുഷലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനിപ്പം ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന രണ്ട് കൂതറകളെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇന്നലെ സത്യത്തിൽ ഞാനൊരു ലൈവ് വന്നിരുന്നു. ഇന്നലെ ഞാൻ സത്യത്തിൽ ലൈവ് വരുന്ന സമയത്ത് ഞാൻ ഇന്നലെ ലൈവിൽ പെന്തോ പാച്ചറിൻ്റെ മക്കളെന്ന് പറയുന്ന രണ്ട് കൂതറകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തന്നിരുന്നു. ആ പാച്ചർ ആരാന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാൻ എനിക്ക് പറ്റിയില്ല. ഈ കഴിവേറി മോന ആ പാച്ചർ എന്ന് പറയുന്നവൻ. ഞാൻ എന്തിനാ ഇപ്പോൾ ഈ ലൈവ് വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ എന്തിനാ ഞാൻ ലൈവ് വന്നതെന്ന്. ഞാൻ ഇന്നലെ ആ പാച്ചറിൻ്റെ മോളെന്ന് പറയുന്നവളെ ഞാൻ ഏറിൽ കയറ്റുന്ന സമയത്ത് അവളോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ മിണ്ടാതെ പോടി, മിണ്ടാതെ ഇറങ്ങിപ്പോടി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് പെസഹയും ഒക്കെ ആയിട്ടുള്ള സാത്താനെ കർത്താവ് ക്രൂശിന്മേൽ പരസ്യ കാഴ്ചയാക്കി തീർത്തു എന്ന തുണ്ടക്കാണും തുണിയെക്കാണും എന്ന് പറഞ്ഞിട്ട് ഈ ദിവസങ്ങളുടെ പ്രത്യേകത അങ്ങനെയാണ്. അതായത് സർവായുധ വർഗം വെപ്പിച്ച് ക്രൂശിൽ കർത്താവ് അവരെ പരസ്യ കാഴ്ചയാക്കി ജയോത്സവം കൊണ്ടാടി എന്ന് പറയുന്നതാണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കൂതറകൾക്കും ഉണ്ടായ രണ്ട് കൂതറ മക്കളുണ്ട്. ഇവൻ ദോഹയിലെ പാസ്റ്റർ. ഇവന്റെ പ്രൊഫൈൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവൻ ദോഹയിലെ പാച്ചറാണ്. ഇവൻ നല്ലതുപോലെ മക്കളെ വളർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ വന്നു കിടന്ന് നാറേണ്ട ആവശ്യമില്ലായിരുന്നു. അവൻ വളർത്തിയത് കൂതറകളായ രണ്ടെണ്ണത്തിനെ വളർത്തിയതിന്റെ സൂക്കേടാ. ജോസ് കണിയൻ വേലിൽ വീയപ്പുറം. ജോസ് കണിയൻ വേലിൽ വീയപ്പുറം. ഇതാണ് അവന്റെ പ്രൊഫൈല്. ഇവനാ പാച്ചർ, തന്തപ്പാച്ചർ എന്ന് പറയുന്നത്. ഇവ കൂതറ. ഇവന്റെ മക്കളെ നേരാവണ്ണം പാച്ചർമാർക്ക് ഇവന്മാര് പഠിപ്പിക്കുമ്പം മറ്റുള്ളവരെ സാരോപദേശം കൊടുക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ സ്വന്തം മക്കളെ വളർത്തുമ്പം കൂതറകളായിട്ട് വളർത്തുന്നതിന്റെ സൂക്കേടാ ഇത് ഇങ്ങനെ വന്നു കിടന്ന് എന്ത് ചെയ്യേണ്ടത്, നാറേണ്ടി വരുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ വാർണിംഗ് കൊടുത്തതാണ്. ഇന്നലെ ഞാൻ ലൈവ് വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു, നീ മേലാൽ നീ പാട് നോക്കിപ്പോ, എന്നെക്കൊണ്ട് ലൈവ് ചെയ്യിപ്പിക്കരുത്, നീ പോ എന്ന് ഞാൻ അവളെ ആട്ടി പുറത്താക്കിയിട്ടും ഈ കൂതറ മൂക്ക്, ഈ കാണുന്ന കൂതറച്ചിക്ക് ഭയങ്കര ചൊറികടി ഇവക്ക്. കാരണം ഇവൻ കഴപ്പ് തീർത്ത് കൊടുക്കുന്നില്ല, അവളുടെ കടി തീർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അവക്ക് ഇവിടെ വന്നിട്ട് ലൈവിൽ വന്നിട്ട് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ആരെങ്കിലുമൊക്കെ ഊക്കിത്തരുവോ എന്ന് പറഞ്ഞ് ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിനങ്ങ് വെറുതെ വിടരുത്. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്ന. എതിർത്ത് നിൽക്കണം, കൊടുത്ത് നിൽക്കണം. എവിടം വരെ ഈ പിശാചുക്കൾ ഓടുന്നു അവിടം വരെയും അടിക്കണം. കാരണം വളർന്നത് ആ ഒരു തരത്തിലാണ്. ഈ പെന്തോ വൃത്തികെട്ട ജന്മങ്ങളുണ്ടല്ലോ, നമ്മൾ എത്ര അടി കൊടുത്ത് ഓടിച്ചാലും പോകത്തില്ല, വില്ലും ജാനും പോലെ നിൽക്കും. അതാണ് ഈ പെന്തോ വർഗങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ പെന്തോ കൂതറകളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഈ കഴിവേറി മോൻ തന്ത ഈ രണ്ട് വാണം വിട്ട ഇവൻ ഭാര്യയുടെ കൂടെ കിടന്ന് വാണം വിട്ട് ഈ രണ്ടെണ്ണത്തിനെ ഉണ്ടാക്കിയ സമയത്ത് രണ്ട് വാഴ വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇവൻ കിടന്നിങ്ങനെ നാറേണ്ട കാര്യമില്ലായിരുന്നു. മനസ്സിലായോ? ഈ ഊള ഇന്നലെ അവക്ക് കൊടുത്തപ്പം അവള് പ്രൊഫൈൽ മുക്കിക്കൊണ്ട് ഓടി. ഇന്നലെ അവക്ക് കൊടുത്തപ്പം അവള് ഫേസ്ബുക്ക് ഇന്നലെ അവൾ വിചാരിച്ചു റീന മണ്ടിയായിരിക്കും. എന്നിട്ട് ഇവള് പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയാമോ? നീ സ്ക്രീനിന്റെ പുറത്ത് വന്ന് കളിക്കാതെ സ്ക്രീനിൽ വന്ന് കളിക്കടി എന്ന് അവള് ചോദിക്കുന്നത് എന്നോട്. ഞാൻ സ്ക്രീനിലാ നിൽക്കുന്നേ. എടി കൂതറയ്ക്കുണ്ടായവളെ, തന്തയും തള്ളയും നേരാവണ്ണം നിന്നെ ഉണ്ടാക്കി ഇട്ടിരുന്നെങ്കിൽ നിന്റെ അമ്മ പിഴച്ചു പറ്റത് കൊണ്ടാ ഇവള് ഈ കൂതറച്ചി പിഴച്ചു പറ്റത് കൊണ്ടാ ഇങ്ങനത്തെ ഒരു വാണം വിട്ടവളെ ഉണ്ടാക്കി വെച്ച് നാട്ടിൽ നാണൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന. ഇവള് നേരാവണ്ണം പ്രസവിച്ചിരുന്നെങ്കിൽ ഇവള് നേരാവണ്ണം ഉണ്ടാക്കി ഇട്ടിരുന്നെങ്കിൽ ഇതുപോലെ കൂതറ പിള്ളാരെ കിട്ടത്തില്ലായിരുന്നു. ഒരു തന്തയ്ക്കും തള്ളയ്ക്കും ഇങ്ങനത്തെ കൂതറ പിള്ളാരെ കിട്ടത്തില്ല, ചന്ത പിള്ളാരെ കിട്ടത്തില്ല. മനസ്സിലായോ? ഈ ദോഹയിലുള്ള ഈ ജോസ് എന്ന് പറയുന്ന ഈ കൂതറ സ്വന്തം ഭാര്യയ്ക്ക് ഇവള് പിഴച്ചുണ്ടാക്കി കൊടുത്തതിന്റെ സോക്കേടാണ് ഈ രണ്ട് കൂതറ പിള്ളാരും ഇമ്മാതിരി നിൽക്കുന്നത്. ഇത് രണ്ടും അടങ്ങി ഒതുങ്ങി നിൽക്കത്തില്ല. ഇത് ഒരു നിലയ്ക്ക് പോകത്തില്ല. അവളുടെ ഈഗോ അനുവദിക്കുന്നില്ല, ആ പിശാച് പിടിച്ചവളുടെ. അപ്പം നേരാവണ്ണം സ്കൂളില് ഇവളെ കോളേജിൽ വിട്ട സമയത്ത് കണ്ടവന്മാരെ
എന്ത് പറഞ്ഞ? ഈ കൂതറച്ചിയെ കോളേജിൽ വിട്ട സമയത്ത് ഇവള് കണ്ടവന്മാരുടെ മുഴുത്ത ലിംഗം തിരക്കി നടന്നതിന്റെ സൂക്കേടാണ് ഇപ്പോൾ ആ കടി മൂത്തിട്ട് ഇവള് എന്തുവാ ഇൻസ്റ്റാഗ്രാമിന്റെ പ്രൊഫൈലിനകത്ത് മെസ്സഞ്ചറിനകത്തും അല്ലാതെയും ഒക്കെ മെസ്സേജ് ഇട്ട് കളിക്കുന്നത്. ഈ കടി മൂത്തവള് ഇവളെ സ്കൂളിൽ പഠിക്കാൻ വിട്ട സമയത്ത് ഇവള് നേരാവണ്ണം എന്ത് ചെയ്യണമായിരുന്നു? പഠിക്കാൻ പോകണമായിരുന്നു. അത് വിട്ടിട്ട് കണ്ട മുഴുത്ത എന്താ പറയുന്ന ആമ്പിള്ളാരുടെയൊക്കെ മുഴുത്ത ലിംഗം തിരക്കി നടന്നതിന്റെ സൂക്കേട്. ഈ ബെന്തക്കോസ് വർഗ്ഗങ്ങളല്ലേ, ഇവിടെ ബെന്തോയല്ലേ? ഈ ബെന്തോയായിട്ട് ജീവിച്ചു വളരുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ വളരത്തേ ഉള്ളൂ, അല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഗുണം ചെയ്യുന്ന രീതിയിൽ വളരത്തില്ല. പിന്നെയോ തന്തയ്ക്കും തള്ളയ്ക്കും അവമാനമുണ്ടാക്കുന്ന രീതിയിൽ കഴിവേറി മോള് വളർന്നതിന്റെ സൂക്കേടാ. ഇനിയിപ്പം ഇവളെ വളർത്തിയതിന്റെ ദോഷമാണെങ്കിൽ പറയാം, വളർത്തിയതിന്റെ ദോഷമാണ്. എടാ, ഇവളെ കെട്ടിയെടുത്തോണ്ട് പോയവനാണെങ്കിൽ നേരാവണ്ണം ഇവളെ വെച്ചിരുന്നെങ്കിലോ? ഇവളെ കെട്ടിയെടുത്തോണ്ട് പോയവൻ ഇവളെ നേരാവണ്ണം വെച്ചിരുന്ന് നോക്കിയിരുന്നെങ്കിൽ ഇവനും കൊണ്ടൊരു കൂതറ. ഈ കഴിവേറി മോനെന്ന് പറയുന്ന ഈ കൂതറയ്ക്കുണ്ടായവൻ നായിന്റെ മോനെ വെച്ചിരുന്ന് വളർത്തേണ്ടപ്പം നല്ല രീതിക്ക് വെച്ചിരിക്കടാ. കഴിവേറി മോനെ, അവളെ നീ വെച്ചിരുന്ന് നോക്കുന്നുണ്ടെങ്കിൽ അവളെ കൊറോണ അടിച്ച് പൊളിക്കടാ. അവൾ പെണ്ണല്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് മുഴുത്ത ആണുങ്ങളുടെ ലിംഗം വേണം അവൾക്ക്. ഞാൻ അറിയാണ്ട് ചോദിക്കുവാ, അവൾക്ക് എത്ര ആണുങ്ങളുടെ ലിംഗമാണ് ഇവക്ക് വേണ്ടത്? ഇവക്ക് എത്ര പേരുടെ സാധനമാണ് വേണ്ടത്? ഇവക്ക് കടിമൂത്ത് ഇറങ്ങിയിരിക്കുന്നു വൃത്തികെട്ട നായിന്റെ മോള്. ഈ പെന്തോ വർഗ്ഗങ്ങൾ എന്ന് പറയുന്ന ചെറ്റകള് ഈ വേഷം കെട്ടലും മാത്രമേ ഉള്ളൂ വിശുദ്ധി എന്ന് പറയുന്നത്. അല്ലാത്തപ്പം ഈ കൂതറകൾ വെറും കഴിവേറി മക്കളായിട്ടാണ് ജീവിക്കുന്നത്. ഈ നായിന്റെ മോൻ നല്ല രീതിക്ക് മക്കളെ പ്രസവിച്ചിട്ടിരുന്നെങ്കിൽ ഇമാതിരി ഇവൻ നാറേണ്ട കാര്യം ഉണ്ടായിരുന്നു. എടാ ജോസേ, എടാ ചെറ്റേ, നീ നല്ല രീതിക്ക് മക്കളെ പ്രസവിച്ചിട്ടിരുന്നെങ്കിൽ, നല്ല 2 മക്കളെ പ്രസവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ നീ വന്നു കിടന്ന് അറിയേണ്ടതുണ്ടായിരുന്നു. ഇവളോട് ഞാൻ വാണിംഗ് ചെയ്യുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട് നിർത്തിയിട്ട് പോടി. എടി, എത്ര പ്രാവശ്യമാണ് ഇവളോട് ഞാൻ പറയുന്നത്, നീ നിർത്തിയിട്ട് പോകുമെന്ന് പറഞ്ഞ് ഇവളോട് പറഞ്ഞിട്ടും ഈ കൂതറയ്ക്കുണ്ടായവൾ ഒരു വിധത്തിൽ നിർത്തത്തില്ല. ഈ കൂതറയ്ക്ക് ജനിച്ചവള് തന്തയ്ക്കും തള്ളയ്ക്കും പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി കഴിവേറി മോള്. ഇവക്ക് മുഴുത്ത ലിംഗം വേണം പോലും. ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ ഇവക്ക്? ഞാൻ അറിയാണ്ട് ചോദിക്കുക പ്രിയ സഹോദരങ്ങൾ, എനിക്ക് എവിടെ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റും? ഇവക്ക് മുഴുത്ത ലിംഗം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദന്മാരുടെ ലിംഗം വേണം ഇവക്ക്. ഇവക്ക് യഹൂദന്മാരുടെ ലിംഗം വേണം, മുഴുത്ത ലിംഗം. അവന്റെ ഭർത്താവിൻ്റെത് പോരെ പോലും, അവന്റെ ചെറിയ ചുണ്ണിയാണെന്ന്. പിന്നെ ഇവൾക്ക് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഈ 2 മക്കളെ നമ്മൾ പ്രസവിച്ചിട്ടിരിക്കുന്നത് വേറെ ഏതവന്റെ ചുണ്ണിയിൽ കൊണ്ടുപോയി ഉണ്ടാക്കിയിട്ട് കൊടുത്തു എന്നാണ് അവള് പറയുന്നത്. ഈ 2 കുഞ്ഞുങ്ങളെന്ന് പറയുന്ന ഈ കുഞ്ഞുങ്ങളെ അവൾ ജനിപ്പിച്ചിട്ടിരിക്കുന്ന വേറെ വല്ലവനും ഉണ്ടാക്കി കൊടുത്ത കുഞ്ഞുങ്ങളാണ്. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ പറഞ്ഞ് എന്നോട് കരയുന്നേ? ഇതാ പാച്ചർമാരെ കണ്ടില്ലേ? ഇവൻ ഒരു പാച്ചറ്, ഈ പാച്ചർ കൂതറകള് കൂടെ കൊണ്ട് നടക്കുമ്പോൾ നീയൊക്കെ കൂതറ പാച്ചർമാരെ പറഞ്ഞു വളർത്തണേടാ. ഇവന്റെയൊക്കെ മക്കളെ വളർത്തുമ്പോൾ നല്ല രീതിയിൽ വളർത്താനായിട്ട്. എടാ കൂതറ പാച്ചർമാരെ, നീയൊക്കെ വളർത്തുമ്പം പറഞ്ഞു വളർത്തണേടാ. വൃത്തികെട്ടമ്മമാരെ വളർത്തുമ്പോൾ പറഞ്ഞു വളർത്ത്. പെണ്ണുങ്ങളെ വളർത്തുമ്പം ഇങ്ങനെ അന്യന്റെ ലിംഗം തിരക്കി നടക്കരുതെന്ന് പറഞ്ഞിട്ട്. എഹെസ്കേൽ പ്രവാചകൻ 23-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇവർക്ക് കഴുതകളുടെ മുഴുത്ത ലിംഗം പോലത്തെ ലിംഗവും കുതിരകളുടെ ബീജസ്ലഗനം പോലത്തെ ബീജസ്ലഗനം ഉണ്ടെങ്കിൽ ഇതൊക്കെ അടങ്ങത്തോളെന്ന് എഹെസ്കേൽ പ്രവാചകൻ 23-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പറഞ്ഞ മനസ്സിലായോ? അത് കണക്ക് അവക്ക് കഴുതയുടെ മുഴുത്ത സാധനം ഉണ്ടെങ്കിൽ അവക്ക് തികയത്തോളത് ഇവളുടെ കടി. മനസ്സിലായോ? ഇവളുടെ കടി തീർക്കണമെങ്കിൽ കഴുതയുടെ മുഴുത്ത സാധനം ഇല്ലാണ്ട് എന്റെ കടി തീർക്കാൻ പറ്റത്തില്ലെന്നാ ഇവളുടെ കരച്ചില്. എനിക്ക് പറ്റുമോ ഇവക്ക് കൊടുക്കാനായിട്ട് കഴുതയുടെ മുഴുത്ത സാധനം? ഞാൻ ഇവിടെ എടുത്തുകൊണ്ട് കൊടുക്കും പ്രിയ സഹോദരങ്ങളെ. ഞാൻ എവിടെ നിന്ന് എടുത്തുകൊണ്ട് കൊടുക്കും? എന്നോട് ചോദിച്ചാൽ കഴുതയുടെ മുഴുത്ത സാധനം എനിക്ക് വേണം, ഇല്ലെങ്കിൽ ഞാൻ അടങ്ങത്തില്ല, എന്നെ കൊണ്ട് അടങ്ങാൻ പറ്റത്തില്ല, ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. റീന, നീ എനിക്ക് എപ്പോഴാണോ കഴുതയുടെ മുഴുത്ത സാധനം കൊണ്ട് തരുന്നത് ആ സമയത്ത് ഞാൻ അടങ്ങത്തുള്ളൂ. കാരണം ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കണ്ട ആണുങ്ങളുടെ എല്ലാം മുഴുത്ത ലിംഗവും തിരക്കി അവന്മാരുടെ കൂടെ പോകിച്ച് നടന്നവളാ. ഇത് ഈ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കൊച്ചെന്ന് പറയുന്നത് അവൻ ഉണ്ടായതുപോലും അല്ല, കാരണം അവന്റെ ചെറിയ ചുണ്ണിയാ. ഈ വൃത്തികെട്ടവന്റെ ചുണ്ണി ചെറിയതായതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റൂടാ? കഴിവേറി മോനെ, നീ വല്ല മരുന്നും കഴിച്ച് വലുതാക്കാൻ നോക്ക്. അങ്ങനെയെങ്കിലും നിന്റെ ഭാര്യ എന്ന് പറയുന്നവളുടെ കടി തീരുന്നെങ്കിൽ തീരട്ടെ. ഞാൻ അറിയാണ്ട് ചോദിക്കുവാ. നീ പോയിട്ട് വല്ല മരുന്നും കഴിച്ച് നിന്റെ ചുണ്ണി ഒന്ന് വലുതാക്കാൻ നോക്ക്. നിന്റെ ചുണ്ണി ചെറുതായി പോയതിന് ഞാനിപ്പോ എന്ത് പറ്റും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനീഷ് ഗ്രാൻഡ് എന്തോന്നടേ?
എന്താന്നടാ? ആർക്ക് പൊള്ളി? നിനക്ക് പൊള്ളിയോ അനീഷ് ഗ്രാൻഡേ? നിനക്ക് പൊള്ളിയോ? അവളെ പറഞ്ഞപ്പം അവളുടെ ചുണ്ണി കൊടുത്തോണ്ടിരുന്ന അനീഷ് ഗ്രാൻഡ് എന്ന് പറഞ്ഞവന് പൊള്ളിയോല്. അതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവന് ചെറിയ ചുണ്ണിയേ ഉള്ളൂ, അതുകൊണ്ട് വലിയ മുഴുത്ത ചുണ്ണി വല്ല ഇസ്രായേലിലുള്ള യഹൂദന്മാർക്ക് വല്ലതും ഉണ്ടെങ്കിൽ താറീനാന്ന് പറഞ്ഞ് എന്നോട് കരഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ ഇവക്കൊക്കെ മുഴുത്ത സാധനം? ഇവനെ വല്ല മരുന്നും കഴിച്ച് ഇവന്റെ ചുണ്ണി വലുതാക്കിയിട്ട് കൊടുത്താൽ അവളുടെ കടി തീരുമായിരിക്കും. ഇത് ഇവളുടെ കടി. തള്ളയുടെ കടി തീർക്കാൻ പറ്റാതെ തന്ത വല്ലവന്റെയും കൂടെ കൊടുത്തിട്ടാ മോനെ ഉണ്ടാക്കിയിട്ടതാ. ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, GS പ്രദീപ്, അശ്വമേധം GS പ്രദീപും അവന്റെ സഹോദരനും ഡെയ്സി ജോസിന്റെ മോനും ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ നിങ്ങള്? കണ്ടോ? ഇത് കണ്ടോ? അശ്വമേധം GS പ്രദീപും ഡെയ്സി ജോസിന്റെ മോനും ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? അവള് തന്തമാറി എന്തുവാ, അവള് വഴിവിട്ട് പോയ വഴിക്ക് GS പ്രദീപിന്റെ വീട്ടിൽ കയറിയപ്പം ഉണ്ടാക്കി കൊടുത്ത സാധനമാ ഇത്, ഈ വാണം വിട്ട സാധനം. നിങ്ങളൊന്ന് നോക്ക് പ്രിയ സഹോദരൻ, ഞാൻ കള്ളമാണോ പറഞ്ഞത്? ഞാൻ തെളിവ് സഹിതമല്ലേ കൊണ്ടുവന്ന് കാണിക്കുന്നേ? അനിയനും ചേട്ടനും ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങള്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങള്. അനിയനും ചേട്ടനും ഒരുപോലെ ഇരിക്കുന്നു. തന്ത വഴിപിഴച്ചു പോയ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായാൽ ഇങ്ങനെ പരസ്യകോലമായിട്ട് കിടന്ന് നാറേണ്ടി വരും. വിവരം കെട്ട വർഗങ്ങളെ. ഞാൻ കുറെ നേരം കൊണ്ട് ഞാൻ പറയുന്നു, ക്ഷമിച്ചു പോ എന്ന് പറഞ്ഞിട്ട് വൃത്തികെട്ട ജന്മങ്ങള്. എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കുക. അവളുടെ മുഴുത്ത കടി തീർക്കണമെങ്കിൽ ഈ പാച്ചലെന്ന് പറയുന്ന ഊളെ നീ ആണായിട്ട് ജീവിയിലടാ. വിവരം കെട്ടവനെ, കഴിവേറി മോനെ, നീ ആണായിട്ടൊക്കെ ജീവിര്. ഇവനൊക്കെ തന്തയ്ക്ക് പിറക്കാതെ ജനിച്ചതിന്റെ സോക്കേടാണ് വീട്ടിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ അലക്കുന്നത്. കണ്ടവന്മാരുടെ മുഴുത്ത ലിംഗം എനിക്ക് താന്ന് പറഞ്ഞു. ഭാര്യ ഒരു ഭാഗത്ത് അലക്കുമ്പം മകൾ ഒരു ഭാഗത്ത് എനിക്ക് കണ്ടവന്മാരുടെ മുഴുത്ത ലിംഗം താന്ന് പറഞ്ഞ് ചോദിച്ചു നടക്കുക. അതൊക്കെ വന്ന് വല്ലവരോടുവാണോ ചോദിക്കേണ്ടേ നീയൊക്കെ? ഞാൻ അറിയാണ്ട് ചോദിക്കുക. അത് വല്ലവരോടുവാണോ നീയൊക്കെ വന്ന് ചോദിക്കേണ്ടേ? എനിക്ക് കണ്ടവന്മാരുടെ മുഴുത്ത ലിംഗം താന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ച കാര്യമുണ്ടോ? ഞാൻ സ്ക്രീനിന്റെ പുറത്ത് നിന്ന് കളിക്കുന്നവളല്ലേ, ഞാൻ സ്ക്രീനിൽ ലൈവ് വന്ന് ചെയ്യുന്നവളാ. നിനക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ പാടി, ലൈവിൽ പാടി. നീ ഇപ്പം തന്നെ വന്ന് എൻ്റെ കൂടെ ആടാകാൻ നോക്ക്. സ്ക്രീനിന്റെ പുറത്ത് നിന്നല്ല ഞാൻ കളിക്കുന്നത്, ലൈവിൽ നിന്ന് കളിക്കുക. നിനക്ക് വന്നിട്ട് എന്ത് ചെയ്യാം? ലൈവിൽ ഇരുന്ന് തന്നെ നിനക്ക് മറുപടി പറയാം. ഇതാ അവന്റെ ചിന്നച്ചുണ്ണി ആയതുകൊണ്ട് വേറെ ഏതവനോ ഉണ്ടാക്കി കൊടുത്ത കുഞ്ഞാ ദേ അവന്റെ കയ്യിലിരിക്കുന്നത്. മനസ്സിലായോ? ഏതോ ഒരുത്തം വാണം വിട്ട് ഉണ്ടാക്കി കൊടുത്ത ബിനു തോമസ് വാണം ഇട്ട് ഉണ്ടാക്കി കൊടുത്ത കുഞ്ഞാണെന്ന്. ദേ അവനെ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടുത്തിയേക്കാം. ഡെയ്സി ഷാരോൺ ജോസിന്റെ നിസി ജോസിന്റെ കുഞ്ഞിന്റെ തന്ത വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് പരിചയപ്പെട്ടേരെ. എന്തിനാ വെറുതെ? ആ നിസി ജോസിന്റെ ബിനു തോമസിനെ ഒന്ന് ഇങ്ങോട്ട് തന്നേരെ സഹോദരങ്ങളെ. എന്തായാലും എല്ലാരും കണ്ടതല്ലേ ആ ബിനു തോമസിനെ. ബിനു തോമസിനെ എല്ലാവരും ഒന്ന് കണ്ടതല്ലേ? അപ്പൊ എന്തായാലും നിസി ജോസിന്റെ കുഞ്ഞിന്റെ അച്ഛൻ രംഗത്ത് വന്നിട്ടുണ്ട്. അവന് ഭാര്യ പറഞ്ഞപ്പം ഭയങ്കര വിഷമം. നീ വിഷമിക്കണ്ട, നീ ഏറ്റെടുത്ത് കൊണ്ടുപോയിക്കോ. മനസ്സിലായോ? നീ ഏറ്റെടുത്ത് കൊണ്ടുപോയിക്കേ. അവിടെ അവന്റെ പ്രൊഫൈൽ എനിക്കൊന്ന് തന്നേ. വളരെ സന്തോഷം. ഇതാ ഇനി തന്തമാരെ ഇപ്പൊ തന്നെ നിലവിൽ ആൾക്കാർ വന്നോളും. ഓരോരുത്തർ ഒറിജിനൽ തന്തമാര് രംഗത്ത് വരും. സൂപ്പർ സാധനം കണ്ടോ? നിസി ജോസിന്റെ കടി തീർത്തു കൊടുത്തവനാ ഇവൻ. മനസ്സിലായോ? അങ്ങനെ ഉണ്ടാക്കിയിട്ട കുഞ്ഞാ അവന്റെ കയ്യിലിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ നിസി ജോസിന്റെ തന്ത ബിനു തോമസ് ആണ് നിസി ജോസിന്റെ കുഞ്ഞിന്റെ അച്ഛൻ. കാരണം മറ്റവന് ചെറിയ ചുണ്ണിയാണല്ലോ, കുഞ്ഞു ചുണ്ണിയാണല്ലോ. അതുകൊണ്ട് അവക്ക് വലിയ മുഴുത്ത സാധനങ്ങൾ തിരക്കി നടക്കണം. അതും
പിന്നെ കഴുതകളുടെ ലിംഗം പോലത്തെ ലിംഗം തന്നെ വേണം. അത് യഹൂദന്മാരുടെ അടുത്ത് ചോദിച്ചു മേടിച്ച് അറിയാന്നാ എന്നോട് ചോദിക്കുന്നത്. യഹൂദന്മാരൊന്നും നിന്നെപ്പോലുള്ള കൂതറകളെ തിരക്കി വരത്തില്ലെന്നേ, മനസ്സിലായോ? യഹൂദന്മാരൊന്നും നിന്നെപ്പോലുള്ള കൂതറകളെ തിരക്കി വരത്തില്ല. അതുകൊണ്ട് യഹൂദന്മാരുടെ ചോദിക്കാൻ പോണ്ടേ. വേണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, നീ ഖത്തറിലല്ലേ, ദോഹയിലല്ലേ, നിന്റെ തന്തയോട് പറഞ്ഞിട്ട് ഖത്തറിലല്ലേ, ദോഹയിലല്ലേ, നിന്റെ തന്തയോട് പറഞ്ഞിട്ട് വല്ല തുലുക്കന്റെയും സാധനം ചോദിച്ചു വാങ്ങിക്കര്. അപ്പം നിന്റെ കടി തീരുമോ നോക്കട്ടെ, മനസ്സിലായോ? ഇവന് തന്ത ഖത്തറില്ല. അപ്പം ഒരു മിനിറ്റ് കണ്ടോ, നീ ഒരു കാര്യം ചെയ്, നിന്റെ തന്ത ഖത്തറിലല്ലേ, അവനോട് പറ നല്ല തുലുക്കന്റെ സാധനം, മുഴുത്ത സാധനം ഉണ്ടെങ്കിൽ അത് മേടിച്ചു തരാൻ പറ. അങ്ങനെയെങ്കിലും നിന്റെ കടി തീരട്ടെ. അല്ലാതെ നീ യഹൂദന്റെ സാധനം ചോദിച്ചു വരാതെ. ബിനു തോമസിന്റെ ഭാര്യയ്ക്ക് കിട്ടാത്തതിന്റെ കഴപ്പ അവൻ അവക്ക് കൊണ്ട് കൊടുത്തേ. ഞാനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റൂടാ? അതെ, ഇതാണ്ടോ, ബിനു തോമസിന്റെ ഭാര്യയ്ക്ക് മുഴുത്ത സാധനം കിട്ടാത്തതിന്റെ കഴപ്പാണ് എന്ത് ചെയ്തത്. ചെറിയ ചുണ്ണിയെ അവനുള്ളൂ. ഇവർ രണ്ടിനും മാറ്റം നടത്താൻ പോയതാ, മനസ്സിലായോ? ഇവന്റെ ഭാര്യയ്ക്ക് കിട്ടാത്തതിന്റെ കഴപ്പ് തീർക്കാനായിട്ട് പോയത് നിസി ജോസിന്റെ അടുത്താ. അങ്ങനെ അവിടെ പോയിട്ട് അവൻ തീർത്തു കൊടുത്തു എന്നാ ബിനു തോമസ് പറയുന്നത്. അങ്ങനെയാ കുഞ്ഞിനുണ്ടാക്കിയിട്ടത്. അപ്പൊ ഇവന്റെ ഭാര്യയുടെ കഴപ്പ് ആര് തീർത്തു കൊടുത്തു കാണും? എനിക്കറിയത്തില്ല, മനസ്സിലായോ? അവന്റെ ഭാര്യയുടെ കഴപ്പ് തീർക്കാൻ പറ്റുന്നില്ല പോലും. ആ തീർക്കാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടുപോയി തീർത്തതാ നിസി ജോസിന്റെ അടുത്ത്. ചേറ്റകളെ, തരത്തിലൊക്കെ സംസാരിക്കണം. ഞാൻ പലവട്ടം വാണിങ്ങി തന്നു വിട്ടാലും ഇല്ല, എന്നെ അടിച്ചേ അടങ്ങത്തുള്ളൂ. കാരണം ഈ ദിവസങ്ങളിൽ അടി കൊള്ളണം സാത്താൻ, അത് സത്യമാ. ഈ ദിവസങ്ങളിൽ സാത്താൻ അടി കൊള്ളേണ്ടത് സത്യമാണ്. കാരണം എന്താണെന്നറിയാമോ? കർത്താവ് പരസ്യ കാഴ്ചയാക്കി ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയെന്ന പരസ്യ കാഴ്ച. അപ്പൊ ചില ഈ സാത്താൻ പറയും, ഇവൻ തന്റെ ആയുസിൽ ഇവൻ ജീവിച്ചിരുന്ന സമയത്ത് ഇവൻ അനേകർക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട്. വൃത്തികെട്ട നായിന്റെ മോന് ജോസ്, അവന്റെ പേരെന്തുവാ, ജോസ്, ഈ പന്ന നാറി മോന് അനേകർക്ക് ഇവൻ ദ്രോഹം ചെയ്തതിന്റെ ഭരണിത ഫലം ആ മക്കളിലൂടെ ഇവൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ച് നല്ല രീതിക്ക് ജീവിച്ചിരുന്നെങ്കിൽ ജോസ് കണിയാവേലിൽ വിയാപ്പുറം, മനസ്സിലായോ? ജോസ് കണിയാവേയിൽ വിയാപ്പുറം. ഇവൻ നല്ല കാലത്ത് ഇവൻ ആർക്കൊക്കെയോ നല്ല ദോഷം ചെയ്ത് കർത്താവ് കുറിച്ചു വെച്ചിരുന്നു. അമാലേക്കർക്ക് കർത്താവ് കുറിച്ചു വെച്ച് കൊടുക്കത്തില്ലേ? കർത്താവ് അമാലേക്കരോട് പറഞ്ഞു, എന്റെ ജനം ശോഷിച്ചും ക്ഷീണിച്ചും ഇരിക്കുന്ന സമയത്ത് അവർ പിന്നിലൂടെ വന്ന് എന്റെ ജനത്തെ കുത്തിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവരെ ഞാൻ കുറിച്ചു വെച്ചിരുന്നു. അവരുടെ കുഞ്ഞുകുട്ടികളെപ്പോലും വെറുതെ, മൂല കുടിക്കുന്നതിനെ പോലും വെറുതെ വിടാതെ വണ്ണം ഞാൻ എന്ത് ചെയ്യും, അവരെ തീർത്തു കളയുമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ തന്നെയാ ഈ കൂതറയ്ക്കുണ്ടായവൻ, തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കാത്ത ഈ പറവെടിക്കുണ്ടായ മോൻ എന്തോ കാണിച്ചു കൂട്ടിയതിന്റെ സോക്കേടും അതിന്റെ രീതിയുമാണ് ഈ മക്കൾ കടന്ന്, ഈ കൂതറകൾ കടന്ന് കാണിക്കുന്നത്. മനസ്സിലായോ? മക്കൾ കടന്ന് കാണിക്കുന്നത്. അപ്പം ഇനിയെങ്കിലും എന്നോട് ചോദിക്കരുത് യഹൂദന്റെ മുഴുത്ത സാധനം എന്താ, എന്നാലേ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് എന്നോട് ചോദിക്കരുത്. പോയി ഇവന്റെ തന്തയും തള്ളയുവാ ഈ കാണുന്ന ഈ കൂതറകള്, ഇവന്റെ തന്തയും തള്ളയുവാ. ഈ രണ്ട് തന്തയും തള്ളയും കൂടി ഇവന് പ്രസവിച്ചിട്ടപ്പോ നല്ല മുഴുത്ത സാധനം കൊടുത്ത് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ കടി കൂടി ഇവള് എന്ത് ചെയ്യത്തില്ലായിരുന്നു? കണ്ട തുലുക്കന്മാരുടെയോ യഹൂദന്മാരുടെയോ മുഴുത്ത ലിംഗം തിരക്കി ഇവള് പോകത്തില്ലായിരുന്നു. മനസ്സിലായോ? മനസ്സിലായോ? ഇവള് മുഴുത്ത സാധനം തിരക്കി എന്ത് ചെയ്യത്തില്ലായിരുന്നു? പോകത്തില്ലായിരുന്നു. ഇവന്റെ തള്ളയും തന്തയും പ്രസവിച്ചിട്ട സമയത്ത് ചെറിയ ചുണ്ണിയിട്ട് പ്രസവിച്ചതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ആണായിട്ട് ഇവനെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവനെ ഒരു കുണ്ടനായിട്ട് പ്രസവിച്ചിട്ടിരിക്കുന്നത് കൊണ്ടല്ലേ, ഒരു കുണ്ടനായിട്ട് പ്രസവിച്ചിട്ടത് കൊണ്ടല്ലേ ഇവള് കണ്ടവരോട് തിരക്കി നടക്കുന്നത്. എന്നോട് ചോത്താ എനിക്ക് താ എനിക്ക് താ എനിക്ക് താ എനിക്ക് താന്ന് പറഞ്ഞിട്ട് അലന്ന് നടക്കുന്ന കഴിവേറി മോള്. ഒരു പരിധിക്കൊക്കെ പെണ്ണുങ്ങളാണെങ്കിൽ ഒതുങ്ങണം, ഒരു പരിധിക്കൊക്കെ ഒതുങ്ങണം. ഞാൻ ആരെയും വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നവളോ ഞാൻ ആരുടെയും കാര്യത്തിൽ ഇറങ്ങി സംസാരിക്കുന്നവളോ ഒന്നുമല്ല. പക്ഷേ അമ്മയും കൂതറ, മകളും കൂതറ. അമ്മ പറവെടിയാണെങ്കിൽ ഇവൾ അതിനേക്കാളും പൂരവെടിയാ ഇവള്.
മനസ്സിലായോ? നിനക്ക് അത്രയ്ക്കും കടി മൂത്ത് ഇരിക്കുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, കമ്പിപ്പാര എടുത്തോണ്ട് ഓടി, അതിനകത്ത് പോയി ഇരി. അല്ലെങ്കിൽ അമ്മയും വിളിച്ചോണ്ട് പോയി നിങ്ങൾ രണ്ടുപേരും മുള്ളുമുറിക്കിലങ്ങ് കയറി ഇറങ്ങും 4-5 പ്രാവശ്യം. അപ്പോഴത്തേക്കെങ്കിലും നിങ്ങളുടെയൊക്കെ കടി തീരുമെങ്കിൽ തീരട്ടെ. അല്ലാതെ എന്നോട് വന്ന് ചൊറിഞ്ഞിട്ടോ സംസാരിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. എനിക്കൊരു പരിധിയുണ്ട്, ഒരു ലിമിറ്റുണ്ട്. ഞാൻ നിർത്തിയിട്ട് പോ, സംസാരിക്കാതെ തീർക്ക് എന്ന് ഞാൻ വ്യക്തിപരമായി നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ സമ്മതിക്കുന്നില്ല. ഒരു വിധത്തില് നിങ്ങൾ ഒരു വിധത്തിൽ ജില്ലെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുക. ഈ പെന്തക്കോസ് കൂതറകളെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അത് വല്ലാത്തൊരു സൈസാണ്. ഇത് ജനിച്ചു വളർന്ന സാധനമായി പെന്തക്കോസിനകത്ത്. മനസ്സിലായോ? ഈ പെന്തക്കോസിനകത്ത് ഈ ജനിച്ചു വളർന്ന സാധനങ്ങൾക്കുള്ള ഒരു സൗക്കേടെന്ന് പറയുന്നത് ഇവറ്റുങ്ങൾ എന്ത് ചെയ്യത്തില്ല. ഈ പെന്തക്കോസിൽ ജനിച്ചു വളർന്ന സാധനങ്ങൾ ആരുടെയും മുമ്പിൽ താണു കൊടുക്കത്തില്ല, ആരുടെയും മുമ്പിലും നിൽക്കത്തില്ല. ഞാൻ പണ്ട് ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജോളി വർഗീസ് എന്ന് പറഞ്ഞ ഒരുത്തി ഉണ്ടായിരുന്നു. അവളിപ്പോൾ ബാംഗ്ലൂരിൽ എങ്ങാണ്ടൊരു കോളേജിൽ ലെക്ചറാണ്. അവളും പെന്തക്കോസ് പാച്ചറിന്റെ മോളാ. അപ്പൊ ഈ പെന്തക്കോസ് പാച്ചർമാരുടെയും പെന്തക്കോസിൽ ജനിച്ചു വളർന്ന കൂതറകൾക്കുമുള്ളൊരു സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ ജോളി വർഗീസ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവള് അവള് അവിടെ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഈഴവ കുടുംബത്തിൽപ്പെട്ട ഒരു ഹിന്ദു പെങ്കൊച്ച്, എന്താ പറയുക, ശാലിനി എന്നു പേരുള്ള ഒരു കറുത്ത പെങ്കൊച്ചുണ്ടായിരുന്നു. അപ്പോൾ ഓർത്തഡോക്സിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു വന്നവളാണ് ഈ ജോളി വർഗീസ് എന്ന് പറയുന്നവള്. ഈ ജോളി വർഗീസ് എന്ന് പറയുന്നവൾ ഓർത്തഡോക്സിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവള് പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ, ഞങ്ങളുടെ ഡാഡ പറഞ്ഞത് നമ്മൾ ഓർത്തഡോക്സിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരാ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയരുത്, ഈഴവ കുടുംബത്തിൽ നിന്നോ ഹിന്ദു സമുദായത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന് ഈഴവ കുടുംബത്തിൽ നിന്നോ ഹിന്ദു സമുദായത്തിൽ നിന്നോ രക്ഷിക്കപ്പെട്ട് ജോജോ തോമസ്, ഒരു മിനിറ്റ്, ദേ നിസി ജോസിന്റെ അടുത്ത കെട്ടിയോ വന്നിട്ടുണ്ട്, ജോജോ തോമസ്. ഒരു മിനിറ്റ്, ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ പോകാം. ആ ജോജോ തോമസിനെ ഇങ്ങൊന്ന് തന്നേരെ സഹോദരങ്ങളെ, അവനെ ഒന്ന് പറഞ്ഞു. കാരണം നിസിയെ വിളിക്കുന്ന ഒരു വിളിപ്പേര്, ചെല്ലപ്പേര് അവൻ പറഞ്ഞിട്ടുണ്ട്. നിസി ജോസിനെ അവൻ ഊക്കാൻ പോകുന്ന സമയത്ത് അവൻ വിളിക്കുന്ന ഒരു വിളിപ്പേര് ഇങ്ങോട്ട് എഴുതി വിട്ടിട്ടുണ്ട്. അതിനെന്താ ജോജോ തോമസേ, ഇപ്പം തരാൻ മോനെ നിനക്ക് ആ ചെല്ലപ്പേരിൽ അവളെ വിളിക്കണോ? അപ്പം അവൻ വിളിക്കുന്ന ചെല്ലപ്പേരിൽ നിസിക്കൊരു ഹായ് പറയുമോ എന്നാണ് ചോദിക്കുന്നത്. അതിനെന്താ, അത് ഇപ്പം തന്നോളാം. ഒരു മിനിറ്റ്, ഒരു ഫോട്ടോ ആയിട്ട് എടുത്ത് തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ചെറിയ ലോക്കിട്ട് വെച്ചിരിക്കുന്ന പ്രൊഫൈലല്ലേ. ദാ ജോജോ തോമസ്. അവൻ നിസി ജോസിനെ ഊക്കുന്ന സമയത്ത് വിളിക്കുന്ന പേരാ പൂറി എന്ന്. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവളെ പൂറി എന്ന് വിളിച്ച് ഹായ് പൂറിക്കൊരു ഹായ് കൊടുക്കണമെന്ന്. എടി നിസി ജോസേ, ജോജോ തോമസ് നിന്നെ വിളിച്ച വിളിപ്പേര് പൂറി എന്നാ, നിനക്കൊരു ഹായ് തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോജോ തോമസ്, ജോജോ തോമസ് വക ഒരു ഡെഡിക്കേഷൻ. എൻ്റെ ദൈവമേ, ഷോ, ജോജോ തോമസ് വക ഒരു ഡെഡിക്കേഷൻ കൊടുത്തിരിക്കുക. അവനെ ഒന്ന് പ്രൊഫൈലിൽ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. ഇവനാണ് സത്യത്തിൽ നിസിയുടെ രണ്ടാം കാമുകൻ. ദേ നിസിയെ വിളിക്കുന്ന വിളിപ്പേര് കൊള്ളാം, പൂറി എന്ന്. നിസി ജോസിനെ ജോജോ തോമസ്. അതെന്താടാ അവളെ ചെല്ലപ്പേരിൽ അങ്ങനെ നീ വിളിക്കത്തുള്ളൂ, വേറൊരു പേരിൽ നീ വിളിക്കത്തില്ല അവളെ? കഷ്ടം, മഹാകഷ്ടം. അപ്പം എന്തായാലും ജോജോ തോമസ് വക നിസിക്കൊരു ഹായ് ഞാൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പം നിസി ജോസ്, ഈ കൂതറകൾക്ക്, ഈ കൂതറ സാധനങ്ങൾ ഒരു വിധത്തിൽ അടങ്ങത്തില്ല എന്നറിയാമോ? ഈ കൂതറ സാധനങ്ങൾ ഒരു വിധത്തിൽ അടങ്ങത്തില്ല. അപ്പം ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജോളി വർഗീസ് എന്ന് പറയുന്നവള് ഓർത്തഡോക്സിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു എന്ന പാസ്റ്ററിന്റെ മോളാ, ജനിച്ചു വളർന്നത് ഓർത്തഡോക്സിൽ അവള്. അപ്പം അവൾ എന്നാ ചെയ്യുന്നറിയാമോ? അവള്
ഒരു ഗ്ലാസ് പിന്നെ പറയുവാ, ഞങ്ങളുടെ പപ്പ ഞങ്ങളുടെ ഡാഡ പഠിപ്പിച്ചിട്ടുണ്ട്, ഓർത്തഡോക്സിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്നവർക്ക് മാത്രമേ ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കാമോ, അല്ലാതെ ഈഴവ സമൂഹത്തിൽ നിന്നോ അല്ലാതെയോ ഒന്നും രക്ഷിക്കപ്പെട്ടു വന്നവർക്കൊന്നും ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കാതെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കണമെന്നാണ് ഈ കൂതർ പെന്തക്കോസുകാർ പഠിപ്പിച്ചത്. എന്നിട്ട് ആ ജോളി വർഗീസ് എന്ന് പറയുന്ന നായിന്റെ മോള്, ഇത് ഇവളുടെ സെയിം സ്വഭാവമാ, ഈ പന്നച്ചിയുടെ സെയിം സ്വഭാവമാ. ആ നായിന്റെ മോള് പറഞ്ഞ ഡയലോഗാണെന്ന് എന്താ പറഞ്ഞേ, അവള് പറഞ്ഞത് കുഞ്ഞെന്തുവാ എന്നെ റോട്ടിൽ കൂടി പോകുന്ന പട്ടിക്കും രക്തം ചുവപ്പാണ്, ഈ ലിസി എന്ന് പറയുന്നവൾ കറുത്ത, ഈ ശാലിനി എന്ന് പറയുന്ന ഈ കറുത്ത പെങ്കൊച്ചിന്റെയും രക്തം കറുപ്പാണ്, ഈ താഴേക്കടയിൽ കിടന്ന ഈഴവ സമൂഹത്തിന്റെയും താഴെ നമ്മുടെ ജാതിയിൽപ്പെടാത്തതിന്റെ ഒക്കെ രക്തവും ചുമപ്പാ, പട്ടിയുടെ രക്തവും ചുമപ്പാ. അപ്പൊ ഈ രണ്ടും രക്തവും ചുമപ്പാണ്. നമുക്ക് പട്ടിയെ സ്നേഹിക്കാൻ പറ്റുമോ? നമുക്ക് പട്ടിയെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അത് കണക്കാണ് പെന്തക്കോസിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ട്, നമ്മൾ ഓർത്തഡോക്സിന്നോ യാക്കോബറ്റിന്നോ ഒക്കെ നമ്മൾ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ താഴേക്കടയിൽ കിടക്കുന്നവരോട് നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യാവൂ, അവർക്ക് ഡിസ്പോസിബിൾ ഗ്ലാസ്സിലെ വെള്ളം കൊടുക്കാവൂ എന്ന് പഠിപ്പിച്ച കൂതറ സമൂഹമാണ് പെന്തക്കോസ് സമൂഹം. ജാതി വ്യവസ്ഥ ഇന്നും നിലനിൽക്കുന്ന സമൂഹമാണ് പെന്തക്കോസ് സമൂഹം. ഇവർ കല്യാണം കഴിക്കുകയോ കല്യാണം നോക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഓർത്തഡോക്സിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നാൽ ഓർത്തഡോക്സിലുള്ളവനെ കെട്ടിക്കത്തുള്ളൂ, മാർത്തോമയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നാൽ മാർത്തോമയെ കെട്ടിക്കത്തുള്ളൂ, അല്ലാതെ ഒന്നും ഇവർ കെട്ടിക്കത്തില്ല. എത്രമാത്രം ഉച്ചനീചത്വം, എത്രമാത്രം റേഷ്യസവും കൊണ്ട് നടക്കുന്ന കൂതറ വർഗ്ഗങ്ങളാണെന്ന് അറിയാമോ ഈ വർഗ്ഗങ്ങള്, ഈ പെന്തോ വർഗ്ഗങ്ങൾ എന്ന് പറയുന്ന ചേറ്റകള്. മറ്റുള്ളവരെ പുച്ഛത്തോട് കാണും. ഇവൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ഡയലോഗാണ്, എന്തുവാ, മീൻകാരികളെ മോശക്കാരിയായിട്ട് ഇവള് തുലനം ചെയ്യും. ഇവള് മീൻകാരിയെക്കാളും ചന്തപ്പെണ്ണുങ്ങളെക്കാളും കഷ്ടം കൂതറയായിട്ടായിരിക്കുന്ന ഇവള് മുഴുത്തതാ എന്താ ഓരോരുത്തന്മാർ ഇവളെ ഊക്കിയവന്മാരെല്ലാം വന്ന് കമന്റിട്ടോണ്ടിരിക്കുന്നുണ്ടല്ലേ അവക്ക് വേണ്ടിയിട്ട്. ചേറ്റകള്, ഇവള് ചന്തപ്പെണ്ണുങ്ങളെക്കാളും ഇവള് കേവലം കെട്ട പട്ടിയായി പന്നച്ചി, ചന്തപ്പെണ്ണുങ്ങളെക്കാളും. തീട്ടം വരെ ഇവിടെ മുഖത്തടിക്കാനാ തോന്നുന്നത്, കഴിവേറി മോളുടെ മുഖത്ത് തീട്ടം വരെ ഇവിടെ അണ്ണാക്കിനകത്തോട് തിരികെ കൊടുക്കാനാ തോന്നുന്നത്. അവക്ക് റേഷിസം പന്നച്ചി, ഇവക്ക് റേഷിസം, ഇവക്ക് മീൻകാരികളെ കണ്ട പുച്ഛം. ഇവിടെ കഴിവേറി മോളെ, നീ പത്രോസ് എന്ന് പറയുന്നത് മീൻകാരനാ, നീയൊക്കെ പ്രസംഗിക്കുന്ന സുവിശേഷവും വെച്ച് നീയൊക്കെ അണ്ണാക്കിൽ വിഴുങ്ങിത്തിരുന്ന് പെന്തക്കോസുകാരനൊക്കെ നീ പറഞ്ഞു നടക്കുമ്പം നിന്റെയൊക്കെ കയ്യിലിരിക്കുന്ന പൂർവ്വപിതാക്കന്മാരെന്ന് പറയുന്ന പത്രോസും മന്ത്രയോസും യോഹന്നാനും സകല ശിഷ്യന്മാരും കർത്താവിന്റെ ശിഷ്യന്മാരും മീൻകാരന്മാരാ. എന്നിട്ട് പോലും ഇവക്ക് മീൻകാരികളെ പുച്ഛം പുജ്ഞ പന്ന പട്ടിക്ക്. അപ്പൊ ഇവിടെ തീട്ടം വാരി അടിക്കണ്ടേ? ക്ലോസറ്റിൽ കൊണ്ട് ഇവിടെ തല കൊണ്ട് മുക്കി വെക്കണം, ക്ലോസറ്റിൽ കൊണ്ട് ഈ പന്നച്ചിയുടെ. എന്നാലും ഇവളൊന്നും അടങ്ങത്തില്ല. എന്നാലും ഈ അഴുക്ക് പിടിച്ച സാധനങ്ങള് മനസ്സിലായോ? ഈ അഴുക്ക് പിടിച്ച സാധനങ്ങൾ എന്നാലും അടക്കത്തില്ല. നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ ജനിച്ചിരുന്നെങ്കിൽ ഇവറ്റങ്ങളൊക്കെ നല്ല രീതിയിൽ ജീവിച്ചേനെയായിരുന്നു. ജീവിച്ച തള്ളയും തന്തയും തന്നെ കണ്ടില്ലേ, കൂതറ തള്ളയും തന്തയും. നേരാവണ്ണം ഒരു തന്തയും തള്ളയും ആയിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടായിരുന്നോ? മനസ്സിലായോ? Asta kaki. Lo, I give the כל הלילה דופק גבוה. היא לא הולכת לישון, 130, 124. עכשיו קצת זה בסדר, I give the אקמול. כל לילה. All the time I take the panim, other side, דופק למטה. יותר טוב. כל הזמן. פנים פה, גבוה. 130, 131. עכשיו בסדר. בבוקר בסדר קצת. אחר כך I give the אקמול. כמה עכשיו נמה? 90. അപ്പം അതേ പന്നിയുടെ ശരീരത്തിലെ കൃമിക്ക് തുല്യം തന്നെയാണ് അവള്. പന്നിയുടെ ശരീരത്തിലെ കൃമിക്ക് തുല്യം തന്നെയാണ് ആ വൃത്തികെട്ടവള്. മനസ്സിലായി? നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചിരുന്നെങ്കിൽ ഈ തന്തയും തള്ളയും ഇവൻ വാണം വിട്ട് ഈ രണ്ടെണ്ണത്തിന് ഉണ്ടാക്കിയ സമയം അവൻ വല്ല വാഴയും നട്ടിരുന്നെങ്കിൽ ഗുണം ചെയ്തേനെയായിരുന്നു. എൻ്റെ കൊലയെങ്കിലും കൊടുത്തേനെ. ഇങ്ങനെ പബ്ലിക്കിൽ വന്നു കിടന്ന് ആറേണ്ട കാര്യമില്ലായിരുന്നു. അത്രത്തോളം വൃത്തികെട്ട ജന്മങ്ങളായി ഈ പെന്തോ വർഗ്ഗങ്ങളെന്ന് പറയുന്നത്.
അത്രമാത്രം വൃത്തികെട്ട ജന്മങ്ങളായി ഈ പെന്തോകളെന്ന് പറയുന്ന കൂതറകൾ. മനസ്സിലായോ? ഇറ്റുങ്ങൾ അടിപ്പിക്കാൻ കൊള്ളത്തില്ല മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ. ഇവളോട് ഞാൻ മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞതാ, ഇവളോട് ഞാൻ പറഞ്ഞതാ, അടി നിർത്തിയിട്ട് പോടി, എടി കൂതറയെ നിർത്തിയിട്ട് പോടി, കിടന്ന് അടി മേടിക്കാതെടി, ഇങ്ങനെ വന്ന് കിടന്ന് അടി മേടിക്കാതെടി എന്ന് ഞാൻ പലവട്ടവും പറഞ്ഞതാ പ്രിയ സഹോദരങ്ങളെ. എനിക്കൊക്കെ ഒരു ഒരു പരിധിയില്ലേ ക്ഷമയ്ക്ക്? ഒരു പരിധിയില്ലേ ക്ഷമയ്ക്ക്? ഇല്ല, നീ യഹൂദന്മാരുടെ മുഴുത്ത ലിംഗമോ അല്ലെങ്കിൽ വല്ല തുലുക്കന്മാരുടെയോ ഹമാസ് മാരുടെ വല്ല മുഴുത്ത ലിംഗമോ തന്നാലേ ഞാൻ അടങ്ങത്തുള്ളൂ, എൻ്റെ കടി തീരത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, വല്ല കഴുതയുടെയോ കുതിരയുടെയോ താന്ന് പറഞ്ഞിട്ട് ചോദിക്കുക. ഇതൊക്കെ എവിടുന്ന് പോയി ഞാൻ എടുത്തുകൊണ്ട് കൊടുക്കാനാ? ഇവിടെ കടി തീർക്കാനായിട്ട് എന്നെ കൊണ്ട് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ തിരക്കി കൊണ്ടുപോയി കൊടുക്കാൻ. അതൊക്കെ സ്വന്തമായിട്ട് തിരക്കി നടക്കേണ്ട കാര്യങ്ങളല്ലേ? എന്നോട് ചോദിച്ചാൽ ഞാൻ എടുത്ത് കൊടുക്കും. അല്ലെങ്കിൽ എഹെസ്കേൽ പ്രവാചകനോട് പോയി ചോദിക്കണം, അപ്പം കിട്ടും അതൊക്കെ കടി തീർക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അതുകൊണ്ട് എന്തോ വിശുദ്ധിയിലെ വേഷം കെട്ടി നടക്കുന്ന കൂതറകളോട് ഞാൻ പറയുക, മറ്റു മനുഷ്യരെ ബഹുമാനിക്കാൻ പഠിക്കണം. മറ്റു മനുഷ്യരെ നീയൊന്നും ബഹുമാനിക്കാൻ പഠിക്കാതെ നീയൊക്കെ എന്തോ വലിയ വിശുദ്ധന്മാരാണ്, മറ്റുള്ളവർ വെറും തറകളാണ്, മോശക്കാരാണെന്നുള്ള ചിന്താഗതിയോടുകൂടി നീയൊക്കെ ബിഹേവ് ചെയ്താലുണ്ടല്ലോ, അടിച്ച് കാരണം ഞാൻ പൊളിക്കും. 2 കാലും വിരിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഇസ്രായേലിന്റെ മിസൈലും നിന്റെ കൊതത്തിനകത്തോട്ട് നീ കയറ്റി വെച്ചിട്ടുണ്ടല്ലോ, അമ്മയുടെയും മോളുടെയും കൊതത്തിനകത്തോട്ട് ഇസ്രായേലിന്റെ മിസൈൽ കയറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ആകാശത്ത് പോയി ചിലപ്പോൾ പൊട്ടിത്തെറിച്ചാലുണ്ടല്ലോ, കഴിവേറി മക്കളെ. മറ്റുള്ളവരെ നിനക്കൊന്നും ബഹുമാനിക്കാൻ അറിയത്തില്ല, മറ്റുള്ളവരോട് ബഹുമാനിച്ച് സംസാരിക്കാൻ പഠിച്ചിട്ടില്ല നീയൊന്നും. തന്തയും തളയും വളർത്തി വെച്ച വളർത്തു ദോഷമല്ലേ ഈ കഴിവേറി മോളെ ഇങ്ങനെ വിട്ടിരിക്കുന്നത്? തന്തയും തളയും വളർത്തിയ വളർത്തു ദോഷമാണ് ഇവളെ ഇങ്ങനെ വിട്ടിരിക്കുന്നത്. മനസ്സിലായോ? നല്ല ഇസ്രായേലിന്റെ മിസൈല് ഇവിടെ ഇറാനിൽ നിന്ന് വിട്ട ഒരു ഓന മിസൈലുണ്ട്, അതിവിടെ ഒന്ന് പൊട്ടിത്തെറിക്കാതെ അവിടെ തന്നെ കിടക്കുന്നു. അത് നിന്റെ കൊതത്തിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് അടിച്ചാലുണ്ടല്ലോ, അത് ആകാശത്ത് പോയിട്ട് നിന്റെ അമ്മയുടെ കൊതവും പൊട്ടിക്കും, നിന്റെ കൊതവും പൊട്ടിക്കും. 2 കൂടി പൊട്ടിത്തെറിച്ച് നിന്റെ തന്തയുടെ അണ്ണാക്കിനകത്തോട്ട് നീ 2 വന്ന് വീഴും. കഴിവേറി മക്കളെ നിർത്തിയിട്ട് പൊടി ചേറ്റേ. കുറെ നേരം കൊണ്ട് പറഞ്ഞു മടുത്തിട്ടും വീണ്ടും ഇല്ല, എനിക്ക് പറ്റത്തില്ല, എനിക്ക് മുഴുത്ത സാധനം വേണം. നീ മുഴുത്ത സാധനം വേണമെങ്കിൽ കമ്പിപ്പാര തിരക്കി പോവും. ഇല്ലാന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്, മുഴുത്ത സാധനം വേണമെങ്കിൽ കമ്പിപ്പാര തിരക്കി പോവുകയോ ഇല്ലെങ്കിൽ മുള്ളുമുറിക്കിനകത്ത് കയറി ഇറങ്ങി കാര്യം നടത്തുകയോ ചെയ്യും. എന്നോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. എനിക്കൊരു പരിധിയുണ്ട്. അതുകൊണ്ട് ഇനിയും ഞാൻ പറയുക, ഇനിയും നിർത്തിപ്പോയാൽ നിനക്കൊക്കെ കൊള്ളാം. ഇല്ലെങ്കിൽ അടുത്ത ലൈവ് ഞാൻ വരും. കുടുംബത്തോടു കൂടി പിന്നെ സമാധാനത്തോടെ നിനക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. നിർത്തിപ്പോയാൽ നിനക്കൊക്കെ കൊള്ളാം. അടങ്ങി ഒതുങ്ങി തൊന്തയെന്ന് പറയുന്ന ഊളയ്ക്കുണ്ടായവനെ, കഴിവേറി മോനെ, അവൾ അടക്കി വേടാ. അവിടെ കൊതത്തിനകത്തോട്ട് നീ അതേ ഒരു കാര്യം ചെയ്യും, മിസൈൽ കയറ്റി നീ തന്നെ കൊടുത്ത് അവൾ അടക്കി വെയ്. പെണ്ണാണെന്ന് പറഞ്ഞ് വളർത്തിയിട്ട് കാര്യമില്ല ഇവളെ. നിനക്ക് അവൾ അടക്കി വെക്കാൻ നിനക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്ത്, അവൻ്റെ ഭർത്താവിന് എന്തായാലും പറ്റില്ല, അവന് ചിന്ന ചുണ്ണി കഴിക്കുന്നവന് പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്യും, അവിടെ കൊതത്തിനകത്തോട്ട് മിസൈൽ കയറ്റി കൊടുത്ത് നീ തന്നെ അവിടെ ഓപ്പടിച്ച് വെച്ചിരി, അവളെ അടക്കി വെക്കുക. അങ്ങനെ ചെറ്റേ, മനസ്സിലായോ? പെന്തക്കോസ് കൂതറ തറകള്. അച്ഛനങ്ങ് പന്തപ്പാസ്റ്റർ ദോഹയിലങ്ങ് കിടക്കുക, നാട്ടുകാരുടെ പണം പറ്റിച്ചും ജീവിച്ചും ഒക്കെ വേഷം കെട്ടലുകാരന്മാർ, ചേറ്റകള്. സൂക്ഷിച്ചും കണ്ടും ബിഹേവ് ചെയ്യണം. മറ്റുള്ളവരെ ബഹുമാനിക്കാനും കൂടി പഠിച്ചിട്ട് വേണം നീയൊക്കെ പെന്തക്കോസിലെ പാസ്റ്റർമാരായിട്ടിരിക്കാൻ. അല്ലാതെ വിശുദ്ധന്മാരാണ് ഞങ്ങൾ, അതുകൊണ്ട് മറ്റുള്ളവരെ എങ്ങനെ വേണമെങ്കിലും ആക്ഷേപിക്കാം, മറ്റുള്ളവരെ എന്തും പറയാം, മീൻകാരികളെ തറയായിട്ട് സംസാരിക്കാം, മറ്റുള്ളവരെ തറയായിട്ട് സംസാരിക്കാം എന്നുള്ള ധാരണ വല്ല ഉണ്ടെങ്കിൽ അതിങ്ങനെയല്ല ഇനി തീർക്കാൻ പോകുന്നത് ഞാൻ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും പെരുമാറിക്കോ. ഓരവസരം കൂടി തരിക. ഞാൻ മിണ്ടാതിരുന്ന് ജീവിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം. മിണ്ടാതിരുന്ന് ജീവിച്ചാൽ പറഞ്ഞാൽ മനസ്സിലായടാ കഴിവേറി മോനെ. മോളെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു, മോളെ കഴിവേറി. അവിടെ കർണടിച്ച് പൊട്ടിയിരടാ ചേറ്റേ. നീ തന്തയാണോടാ കൂതറേ? എടാ നീ തന്തയാണോടാ ചേറ്റേ കഴിവേറി മോനെ? അവിടെ കർണടിച്ച് പൊടിക്കാൻ കഴിവ് കേട്ടവൻ നീ. അവളെ അഴിച്ചു വിട്ടിരിക്കുവാണോ നാട്ടുകാരുടെ അടുത്ത് മുഴുവനും കയറി മെക്കെട്ട് കയറാനായിട്ട്? ചേറ്റ ഒരു സമയത്ത് എന്താ കിസേ സോറി כן, כן.
mulai bergil sunu, kolam. അവളോട് ഞാൻ പറഞ്ഞു, എടി മിണ്ടാതെ പോ, ഞാൻ ലൈവിൽ വരും. വീണ്ടും നീ നാറൂന്ന് പറഞ്ഞ പറയുവാണേ, എന്റെ തന്തയും തള്ളയും നീ ഇന്നലെ ഏറി കയറ്റിയില്ലല്ലോ. അവൾ എന്നോട് പറഞ്ഞതാ, എന്റെ തന്തയും തള്ളയും നീ ഏറി കയറ്റിയില്ലല്ലോ, എന്നാൽ ഇന്ന് അവരെ ഒന്ന് ഏറി കയറ്റിയിട്ടേ ഞാൻ ഇറങ്ങി പോകുന്നുള്ളൂ എന്ന്. എങ്ങനെയുണ്ട്? ഈ കൂതറ പറഞ്ഞതാ, എന്റെ തന്തയും തള്ളയും ഏറി കയറ്റിയില്ലല്ലോ ഇന്നലെ റീന. ഇന്നലെ വന്നിട്ട് റീന എന്നെ പറഞ്ഞു, എന്റെ ഭർത്താവിനെ പറഞ്ഞു, എന്റെ സഹോദരനെ പറഞ്ഞു, എന്റെ സഹോദരന്റെ ഭാര്യയെ പറഞ്ഞു. എന്റെ തന്തയും തള്ളയും മാത്രം റീന പ്രൊഫൈലിൽ കാണിച്ചില്ല, അവരെ രണ്ടുപേരെ ഏറി കയറ്റിയില്ല. അതുകൊണ്ട് റീന ഇന്ന് അവരെയും കൂടി ഒന്ന് ഏറി കയറ്റിയാൽ മാത്രമേ ഞാൻ സമാധാനത്തോട് അടങ്ങി പോകത്തുള്ളെന്നാണ് ഇവള് പറഞ്ഞത്. അതുകൊണ്ട് ആ തന്തയും തള്ളയും കൂടി ഇന്ന് എന്ത് ചെയ്യേണ്ടി വന്നത്? ഏറി കയറേണ്ടി വന്നത്. പറയാൻ മനസ്സിലായോ? നല്ല മോളില് തന്തയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്ത ലൈവായി ലൈവ്. ഞാൻ ഈ ലൈവ് വരുന്നതിൻ്റെ തൊട്ട് മുൻപേ ഞാൻ ഇവക്ക് പറഞ്ഞിരുന്നു, എടി പോടി നിർത്തിയിട്ട്, പോടി, വെറുതെ അടി മേടിക്കാടി എൻ്റെ കയ്യിൽ നിന്ന്, വെറുതെ ലൈവിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ പോടി നിർത്തിയിട്ടെന്ന് പറഞ്ഞപ്പോഴും അവൾ പറയുക എൻ്റെ അടുത്ത്, എൻ്റെ തന്തയും തള്ളയും സത്യമായ കാര്യമാണ്. ഇന്നലെ ലൈവ് വന്നപ്പോൾ നീ എന്നെയും എൻ്റെ സഹോദരനെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ സഹോദരിയുടെ ഭർത്താവിനെയും വലിയ ഏറിക്കേറ്റിട്ടുണ്ട്. അത് തന്തയും തള്ളയും നീ ഏറിക്കേറ്റില്ലല്ലോ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്യുക ഈ ലൈവ്. നീ അവരെയും കൂടി ഏറിക്കേറ്റിയതിന് ശേഷം മാത്രമേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നോട് ഇന്ന് പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് ലൈവ് വരേണ്ടി വന്നു. ഇവള് ഡെഡിക്കേറ്റ് ചെയ്തതാ ഈ തന്തയ്ക്കും തള്ളയ്ക്കും, അല്ലാതെ ഞാൻ ഉത്തരവാദിയല്ല. മനസ്സിലായോ? ചോദിച്ച് വാങ്ങിക്കുക പ്രിയ സഹോദരങ്ങൾ. എരന്ന് വാങ്ങിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ആ എരന്ന് വാങ്ങിക്കുക. നാണം കെട്ട നായിൻ്റെ മോനെ, ഇവിടെ മകളായിട്ട് നീ പ്രസവിച്ച് അടിപേടിച്ചതിൻ്റെ അവിടെ കർണം അടിച്ച് പൊളിയിടാ ചെറ്റേ. നീ തന്തയാണോടാ ചേറ്റേ? കണ്ട പെണ്ണുങ്ങളുടെ മെക്കിട്ട് കയറാതെയും കണ്ടവരുടെ വിശുദ്ധി തിരക്കി നടക്കാതെയും മോളെന്ന് പറയുന്നവൾ ഏതവനെയൊക്കെ ഊക്കി നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് നീ തിരക്കി നടക്ക്. അതാ നിനക്ക് നല്ലത്. മനസ്സിലായോ? അതാ നിനക്ക് നല്ലത്. അല്ലാതെ നീ മോളെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടിട്ട്, മോളെ മറ്റവരുടെ നെഞ്ചത്ത് കയറാനും മെക്കെട്ട് കയറാനും ഒക്കെ അഴിഞ്ഞാടാൻ നീ വിട്ടിട്ട്, നീ വല്ല വിശുദ്ധ പാസ്റ്ററിനെ പോലെയും വലിയ സഭയ്ക്കകത്തുള്ള ഭയങ്കര കൊമ്പത്തെ ആളെ പോലെയൊക്കെ നീ സഭയ്ക്കകത്ത് വേലത്തരം കാണിച്ചു നടന്നാൽ ആ സഭയ്ക്കകത്ത് പോയ നാണം കെട്ട കൂതറകൾക്ക് അറിയത്തില്ലല്ലോ ഇവള് വെറും വേഷിയേക്കാളും കഷ്ടമാണെന്ന് പറഞ്ഞ്, ഇവള് പറവടിയേക്കാളും കഷ്ണമാണെന്ന്. അവരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പാച്ചറിന്റെയും ഒക്കെ മോളായതുകൊണ്ട് ഭയങ്കര വിശുദ്ധിയായിരിക്കും. ഇവള് വെറും കൂതറയാ, തറക്കൂതറയാ. പറഞ്ഞ മനസ്സിലായോ? തന്തയ്ക്കും തള്ളയ്ക്കും പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന സാധനം. ഇവന്റെ വാച്ചർ ഇതാണെന്നാ തോന്നുന്നത്, സഭയിലെ വാച്ചർ. അവിടെ സഭയുടെ വാച്ചർ. ഇവനെല്ലാം കണക്കിന് പറ്റുള്ളൂ. മാറിയും തിരിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കുന്നവന്മാരാ എല്ലാ വൃത്തികെട്ടവന്മാരും. അതിന്റെ സോക്കേടുകളാ ഈ തീർക്കുന്നത് മുഴുവനും. എടാ, നീയൊക്കെ പാച്ചറായിട്ടിരിക്കുമ്പോൾ ഇതിന്റെയൊക്കെ കൂടെയുള്ള ഈ ചെറ്റകളോടൊക്കെ പറഞ്ഞു കൊടുക്കും, മക്കളെ നേരാവണ്ണം വളർത്താൻ പറ. മനസ്സിലായോ? നീയൊക്കെ പാച്ചറായിട്ടിരിക്കുമ്പം നിന്റെ കൂടെയുള്ള ഇവറ്റങ്ങളോട് പറഞ്ഞു കൊടുറാ, വിവരം കെട്ടവന്മാരെ തന്റെ മക്കളെ നേരായിട്ട് വളർത്താനായിട്ട്. മറ്റുള്ളവരുടെ വിശുദ്ധി തിരക്കി മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി തലയിട്ടും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി നടക്കാതെയും സ്വന്തം കാര്യം മറ്റുള്ള കമന്റ് ബോക്സ് കണ്ടാൽ മൈൻഡ് വെക്കരുത്, പോകണം അവരുടെ പാട് നോക്കി, സ്വന്തം കാര്യം നോക്കി ജീവിക്കണം എന്നൊക്കെ നീയൊക്കെ പഠിപ്പിച്ചു കൊടുറാ വിവരം കെട്ടവന്മാരെ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നീയൊക്കെ ഏറി കയറേണ്ടി വരും. ഏറി കയറാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വരുന്ന ജന്മങ്ങളാ. അവൾ ഒരു നിലയ്ക്ക് നിൽക്കത്തില്ല. അവൾ പറയും, എൻ്റെ അമ്മേനെ എന്നെ തെറി വിളിച്ചല്ലോ ഇന്നലെ, എൻ്റെ അമ്മയെ പറഞ്ഞില്ലല്ലോ, എൻ്റെ അമ്മ കണ്ടവന്മാരുടെ കൂടെ കിടന്നിട്ടാണ് ഞങ്ങളെ ഉണ്ടാക്കിയത്, അതുകൊണ്ട് എൻ്റെ അമ്മയെ രണ്ട് പറഞ്ഞാലേ എനിക്ക് സമാധാനമാകത്തുള്ളൂ. ഇങ്ങനെയൊക്കെ പറയുന്ന മോളെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ പ്രിയ സഹോദരങ്ങളെ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ വന്ന് പറയുന്ന അവളെ? അവൾ പറയും അവളുടെ തള്ളയും പലവന്മാരുടെയും കൂടെ കിടന്നിട്ടാ അവളെയും അവൻ്റെ സഹോദരനെയും ഉണ്ടാക്കിയത്, എൻ്റെ തന്തയുടെ കൂടെ കിടന്നെല്ലാം ഉണ്ടാക്കിയത്. അതുകൊണ്ട് എൻ്റെ അമ്മയും പോക്ക് കേസാ. അതുകൊണ്ട് ഇന്നത്തെ ലൈവിൽ വന്ന് എൻ്റെ അമ്മയും കൂടി രണ്ട് ഏറി കയറ്റിയാലും ഞാൻ സമാധാനത്തോടെ അടങ്ങിയിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് സമാധാനം വരത്തില്ലെന്നാണ് അവൾ പറയുന്നത്. അപ്പൊ സാത്താൻ കുഞ്ഞുങ്ങളെ ദൈവവചനം പറയുന്നതെന്നറിയാമോ? പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവർ നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്നു. ഇന്നലെ അടിച്ച അടിയോടുകൂടി അവൾ പ്രൊഫൈല് മുക്കി എന്നെ ബ്ലോക്കാക്കി. എന്തുവാ? അവൻ്റെ സഹോദരൻ എന്നെ ബ്ലോക്കാക്കി കൊണ്ടുപോടി. അവളാണെങ്കിൽ
എന്തുവാ പിന്നെ തുറന്നു കിടന്ന പ്രൊഫൈലിനെ എന്തുവാ പൂട്ടിട്ട് വെച്ചു. അതൊക്കെ ചെയ്തു. ഇൻസ്റ്റയിൽ കയറി ബ്ലോക്ക് ചെയ്ത് വെച്ചു. എല്ലാം പൂട്ടിട്ട് പ്രൈവറ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ കൂതറ സ്വഭാവം മെസ്സഞ്ചർ വഴിക്ക് ഇടുന്നതും ഇൻസ്റ്റയിൽ മെസ്സഞ്ചർ വഴിക്കൊക്കെ മറുപടി കൊടുക്കുന്നത് കൂതറ സ്വഭാവം മാത്രം മാറ്റത്തില്ല. അപ്പം അടിക്കൊണ്ട് ഓടുന്നവരേക്കും നിന്നെ അടിച്ചു നീയായിട്ട് ഓടുന്നത് വരയ്ക്കും അടിക്കൂടി. എടി നീയായിട്ട് ഓടുന്നത് വരയ്ക്കും. അല്ലാതെ പിശാചിനെ ഒരിക്കലും ജയിച്ചു വിടാൻ ഞാൻ സമ്മതിക്കത്തില്ല. മനസ്സിലായോ? പിശാചിനെ ഒരു കാരണവശാലും ജയിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം ദൈവവചനം പറയുന്നത് ഇവള് സാധാരണ സാത്തല്ല, കൊടിയ സാത്താനാ. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്നു. അവൻ ഓടുന്നത് വരയ്ക്കും അടിക്കണം. കുറച്ചോടി. അതുകൊണ്ടാണല്ലോ പ്രൊഫൈല് മുക്കിയത്. നീ എന്ത് വിചാരിച്ചു? പൂട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രൊഫൈലിൽ നിന്ന് നിന്റെ ഫോട്ടോ അടി. നീയൊക്കെ മനസ്സിൽ കാണുന്നതിന് ഞാൻ മാനത്തിൽ കാണും. അതുകൊണ്ടാണ് നേരത്തെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത്. പറഞ്ഞാൽ മനസ്സിലായോ? നിന്റെ കൂതറ സ്വഭാവം നീ കളയത്തില്ലെന്ന് കണ്ടതുകൊണ്ടാണ് നേരത്തെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത്. മനസ്സിലായോ? അതുകൊണ്ട് സൂക്ഷിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം. ഈ ദിവസത്തിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇത് ശബാത്ത് ദിവസവുമാണ്. പലരും ചിന്തിക്കും ശബാത്ത് ദിവസത്തിൽ റീന ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ റീന? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സാത്താനെ പരസ്യ കോലക്കാഴ്ചയാക്കി വലിച്ചു കീറി തുണി കാണും തുണ്ടക്കാണും എന്ന് പറഞ്ഞവനെ അലയാൻ വിടണം. അതാ ചെയ്യേണ്ടത്. പരസ്യ കോലയാക്കി സാത്താനെ. അതിന് യഹസ്കേൽ പ്രവാചകനെ പോലെയൊക്കെ ചിലപ്പം എഴുന്നേക്കേണ്ടി വരും. യഹസ്കേൽ പ്രവാചകനെ പോലെയൊക്കെ ഉത്തരം കൊടുക്കേണ്ടി വരും ഈ കൂതറകൾക്ക്. മനസ്സിലായോ? ശബാത്ത് ദിവസത്തിൽ നിങ്ങളുടെ ഒരു കാളയോ ആടോ മാടോ കഴുതയോ എന്തെങ്കിലും കുഴിയിൽ വീണ് കിടന്നാൽ നിങ്ങൾ അവരെ രക്ഷിക്കയില്ലയോ എന്നാ ദൈവം ചോദിക്കുന്നത്. അപ്പോൾ സെൽഫ് ഡിഫെൻസും കൂടി നിങ്ങൾക്ക് വേണം. അത് ശബാത്തിലാണെങ്കിലും നിങ്ങൾക്ക് സെൽഫ് ഡിഫെൻസ് വേണം. അതുപോലെ ഈ കൂതറകൾക്ക് കൊടുക്കാനാണെങ്കിലും ആവശ്യമാണ്. കാരണം ചോദിച്ച് എരന്ന് മേടിക്കുന്നതാ. ഇവള് സത്യത്തിൽ ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്തതാ. പ്രിയ സഹോദരങ്ങൾ, ഞാൻ കള്ളമല്ല പറയുന്നത്. ഇവള് ഡെഡിക്കേറ്റ് ചെയ്തതാ. ഇവളാ കമന്റ് ഇട്ടത്. എൻ്റെ തന്തയും തള്ളയും ഇന്നലെ റീന പറഞ്ഞില്ലല്ലോ, എന്നെയാണല്ലോ പറഞ്ഞത്. എന്നെയും എൻ്റെ കുട്ടി തന്തയും തള്ളയും എന്നെ പറഞ്ഞില്ലല്ലോ. നീ ചുണ ഉണ്ടെങ്കിൽ എൻ്റെ തന്തയും തള്ളയും ഒന്ന് വന്ന് ലൈവ് ഇട്ട് നോക്കടി എന്ന് പറഞ്ഞാൽ അവള് വിളിച്ചു വരുത്തിയതാ ഈ കൂതറച്ചി. അതുകൊണ്ടാണ് എനിക്ക് വരേണ്ടി വന്നത്. മനസ്സിലായോ? അപ്പൊ എന്തുമാത്രം ഈ തള്ളയോടും തന്തയോടും വരെ ഇവക്ക് കലിപ്പുണ്ടായിരുന്നു നോക്കിയേ. അപ്പം തന്തയ്ക്കും തള്ളയ്ക്കും ഏറി കയറ്റാനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുത്ത മോളാ ഇവള്. അതുപോലെ അമ്മായിയപ്പനും അമ്മായിയമ്മയും അവരെയും ഏറി കയറ്റു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരെയും ചുണയുണ്ടെങ്കിൽ നീ ലൈവിൽ വന്നവരെ ഏറി കയറ്റി നോക്കടിയെന്നാണ് ഇവള് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവള് വെല്ലുവിളിക്കണം. കാരണം അവളുടെ വൈരാഗ്യവും ഇവക്ക് തെറി വിളിക്കണം. ഈ തന്തയും ഈ അമ്മായിയപ്പനെയും അമ്മായിയമ്മയും അത് പറ്റത്തില്ല. അവർ ഈനെ കൊണ്ട് 2 തെറി വിളിപ്പിക്കാമെന്നുള്ള ആവേശം മൂത്തിട്ട് അവൾക്ക് വന്നിട്ട് നീ ചുണയുണ്ടെങ്കിൽ എൻ്റെ അമ്മായിയപ്പനെയും അമ്മായിയമ്മയും ഒന്ന് ലൈവിൽ കയറ്റി നോക്കടി, എൻ്റെ തന്തയും തള്ളയും ഒന്ന് ലൈവിൽ കയറ്റി നോക്കടി, നീ വിവരം അറിയുന്നുള്ള രീതിയിലൊക്കെയാണ് അവളുടെ മറുപടി. അപ്പൊ പിന്നെ ഇത് ഇരിക്കട്ടെ. മനസ്സിലായോ? അപ്പം മനഃപൂർവ്വം വിളിച്ചു വരുത്തുകയായി ഈ കൂതറകളെ. അതുകൊണ്ട് ഇനിയും പറയുക, നിർത്തിയിട്ട് അവനവൻ്റെ പാട് നോക്കി പോയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ലൈവിൽ വന്ന് കുടുംബഗോത്രം എല്ലാം കൂടി അങ്ങ് നാറും. മനസ്സിലായോ? പറഞ്ഞാൽ മനസ്സിലായോ? ഈ തന്തയും തള്ളയ്ക്കും നല്ല ചുണ്ണിയുള്ള ഒരുത്തനെ പ്രസവിച്ചിട്ടിരുന്നെങ്കിൽ അവളുടെ കടി തീർക്കാൻ വേണ്ടിയിട്ട് ഇവന് ചുണ്ണി ചെറുതായി പോയി. ഇച്ചിരി കൂടി വലിയ ചുണ്ണിയായിരുന്നെങ്കിൽ ഇവള് കടി തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യത്തില്ലായിരുന്നു? കണ്ടവന്മാരെ തിരക്കി പോകത്തില്ലായിരുന്നു. ഈ കൊച്ചിനെ കണ്ടവന്മാരുടെ കൂടെ കിടന്ന് ഉണ്ടാക്കി ഇടത്തുമില്ലായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ട് എന്തുവാ ഈ വൃത്തികെട്ട ജന്മങ്ങളോട് ഞാൻ പറയുക, നീയൊക്കെ പെന്തക്കോസിൽ ഇരുന്നിട്ട് വിശുദ്ധിയുടെ വേഷം കെട്ടലും എടുത്തുകൊണ്ട് മറ്റുള്ളവരെ ചൊറിയാൻ വേണ്ടി ഇറങ്ങരുത്. നിങ്ങൾ പെന്തക്കോസിൽ ഇരിക്കുന്നോ വിശുദ്ധിയുടായിട്ടിരിക്കുന്നോ ഇരുന്നിട്ട് പോപ്പാ. മറ്റുള്ളവർ മനുഷ്യരല്ലേ, ജീവിച്ചു പോണ്ടേ? മറ്റുള്ളവർ മനുഷ്യരല്ലേ, അവർ ജീവിച്ചു പോകണ്ടേ? ബന്ധക്കോസിലാണെങ്കിൽ നീയൊക്കെ ബന്ധക്കോസിലുള്ളവന്മാർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. ബന്ധക്കോസുള്ളവ മാത്രമേ എന്തുവാ ഉന്നതങ്ങളിൽ പോകത്തുള്ളൂ. നിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ കയറി ചെല്ലത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തുവാ കിടന്ന് ഇതാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? വല്ല ഇതുണ്ടോ? നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊന്നും മനുഷ്യരല്ലേ, ജീവിക്കണ്ടേ അവരാരും? അവരെയൊക്കെ മോശക്കാരായിട്ട് വൃത്തികെട്ട ജന്മങ്ങളായിട്ട് മീൻകാരികളെ തരം താഴ്ത്തിക്കൊണ്ട് എല്ലാ രീതിയിലുമാ ഇറങ്ങിയിരിക്കുന്നത് കൂതറകള്. അതുകൊണ്ട് ഒരു വാണിംഗ് കൂടി തരിക, മിണ്ടാതെ വായും പൊത്തി അവനെ പാട്ടിയിൽ പോയി ജീവിക്കാനുള്ള വഴി നോക്ക്. നിനക്ക് മുഴുത്ത സാധനം വേണമെന്നുണ്ടെങ്കിൽ നേരെ പോയി നിന്റെ അപ്പയുടെ ദോഹയിൽ കിടക്കുന്ന തുലുക്കന്മാരെ തരാൻ പറ. അല്ലാതെ യഹൂദന്മാരെ ചോദിച്ചാൽ
യഹൂദന്മാരുടെ കയ്യിലിരിക്കുന്ന മിസൈലായിരിക്കും നിന്റെ കോതത്തിലിട്ട് പൊട്ടിക്കുന്നത്. കേട്ടോടി നിസി ജോസേ, കേട്ടോടി കഴിവേറി മോളെ, മനസ്സിലായോ? യഹൂദന്മാരെ ചോദിച്ച് നീ വന്നു കഴിഞ്ഞാൽ നിന്റെ കോതത്തിലിട്ട് പൊട്ടിക്കുന്നത് യഹൂദന്മാരുടെ കയ്യിലിരിക്കുന്ന മിസൈലായിരിക്കും. അല്ലാതെ യഹൂദന്മാരുടെ മുഴുത്ത സാധനം എന്തായാലും കിട്ടാൻ പോകുന്നില്ല. നീ തുലുക്കന്മാരുടെ ചോദിക്കുന്ന നിന്റെ തന്ത നിനക്ക് എന്തുവാ പിന്നെ മാർക്കറ്റിലിട്ട് വിൽക്കുന്നത് പോലെ നിന്നെ കൊണ്ട് കൊടുത്ത് തന്നെ എന്ത് ചെയ്യും, നിനക്ക് വാങ്ങിച്ചു തരും. നിന്റെ ചർച്ചിലല്ലെങ്കിൽ പോയി ദോഹയിൽ നിന്റെ അപ്പൻ നടത്തുന്ന ചർച്ചിനകത്ത് കുറേ നിന്റെ അപ്പം പോകുന്നൊരു ചർച്ചിലുണ്ടല്ലോ, അവിടെ വല്ല മുഴുത്ത കാളുകളുണ്ടെങ്കിൽ അവന്മാരുടെ അടുത്ത് പോയി ചോദിച്ചു വേടിയില്ല. അതായിരിക്കും നിനക്ക് പറ്റിയത്. പറഞ്ഞ മനസ്സിലായോ? ചേറ്റകള്. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി മറ്റുള്ളവരോട് സംസാരിക്കാനും പെരുമാറാനും പഠിക്കണം. പെന്തോകളാണ് വിശുദ്ധന്മാരാണെന്നുള്ള വിശുദ്ധ വേഷം കെട്ടിലെടുത്തുകൊണ്ട് വരരുത്. വന്നാൽ ഇതുപോലെയായിരിക്കും ഞാൻ തരുന്നത്. കാരണം എനിക്ക് ആരെയും സൂചിപ്പിക്കാനോ എനിക്ക് ആരുടെ മുമ്പിൽ ഷൈൻ കാണിക്കാനോ എനിക്ക് ആരുടെ മുമ്പിൽ വേഷം കെട്ടാനോ എനിക്ക് താല്പര്യമില്ല. ഞാനാണ്. എനിക്കറിയാം ഞാൻ ആരാണെന്നും എനിക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. ഞാൻ ആരുടെയും മനുഷ്യരുടെയും മാനം ഇച്ഛിക്കുന്നവളല്ല. എനിക്ക് നാട്ടുകാരൻ മുഴുവൻ സർട്ടിഫിക്കറ്റ് തരണം, ഞാൻ ഭയങ്കര പുണ്യവാളത്തിയാണ്, നാട്ടുകാരിൽ നിന്നും വിശുദ്ധ വേഷം കെട്ടലിന് വേണ്ടി ജീവിക്കുന്നവളല്ല ഞാൻ. എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിമാനമുണ്ട് ജീവിതത്തിൽ. മനസ്സിലായോ? എനിക്ക് എന്നെക്കുറിച്ച് എൻ്റെതായ അഭിമാനമുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഞാൻ ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിനറിയാം ഞാൻ എന്താ പറയുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, അയ്യോ ഇങ്ങനെ ദൈവത്തെ വിളിക്കുന്നവളാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് ബൈബിൾ വായിക്കാത്തതിൻ്റെ ഉറപ്പാ. പോയി ബൈബിളൊക്കെ വായിക്കണം, പ്രവാചകന്മാരുടെയൊക്കെ പുസ്തകം എടുത്തൊന്ന് വായിക്കണം. അപ്പം അറിയും ഇതുപോലുള്ള കൂതറകൾക്കൊക്കെ പ്രവാചകന്മാർ എങ്ങനെയാണ് മറുപടി കൊടുത്തതെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? വല്ലപ്പോൾ കൂടി പോയി പ്രവാചകന്മാരുടെ പുസ്തകം എടുത്ത് വായിച്ചാൽ മനസ്സിലാകും ഇതുപോലുള്ള കൂതറകൾക്ക് പ്രവാചകന്മാർ എങ്ങനെയാ മറുപടി കൊടുത്തതെന്ന് പറഞ്ഞിട്ട്. പറഞ്ഞ മനസ്സിലായോ? അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇനിയും അവസരങ്ങൾ ഒരുക്കി കൊടുക്കാതിരിക്കുക. എന്തായാലും അവളുടെ ആഗ്രഹം വലിയ വെടി വഴിപാട്, അവൾ പറഞ്ഞത് എൻ്റെ അടുത്ത് വലിയ വെടി വഴിപാട് അച്ഛനും അമ്മയ്ക്കും ചെറിയ വഴിപാട് അച്ഛനും കൊടുത്താൽ മതി എന്നാ. ഇപ്പൊ രണ്ടുപേർക്ക് സെയിം വെടി വഴിപാട് ഞാൻ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോഴെങ്കിലും അവർക്ക് സമാധാനമാകട്ടെ. തന്തയും തള്ള ഏറി കയറ്റില്ലെങ്കിൽ ഉറക്കം വരാത്ത മോള്. മനുഷ്യർക്കൊക്കെ ഒരു പരിധി വേണം, ഒരു ലിമിറ്റ് ഉണ്ട് പ്രിയ സഹോദരങ്ങൾ. അയ്യോ ഈ പൊന്നച്ചേരുണ്ടല്ലോ, എന്റെ ദൈവമേ, എനിക്ക് ഇവിടെ കാണുമ്പോൾ അയ്യോ ഇവള് എന്തൊരു സാധനമെന്നറിയാമോ നിങ്ങൾക്ക് എൻ്റെ ആ ഒരു ഇത് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇവളെ ഞാൻ ഇത്രയ്ക്കും മാത്രം ഏറി കയറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ അങ്ങനത്തെ ഒരു സാധനമാണ്. ജില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കുടിയ സാത്താനാണ് ഇത് പന്നച്ചി. മനസ്സിലായോ? ഇന്നലെ ദുഃഖവെള്ളിയാഴ്ച എല്ലാവരും ആചരിക്കുകയാണല്ലോ. ഇവളുടെ വീട്ടിലാണ് ചരമാഞ്ജന പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നത്. സമയമാം രഥത്തിൽ പാട്ടിട്ട് കരഞ്ഞുകൊണ്ടിരുന്നത് ഇവളുടെ വീട്ടിലാണ് ഇന്നലെ. ഇനിയിപ്പോൾ തന്തയ്ക്കും തള്ളയ്ക്കും ഉള്ള അടക്കത്തിൻ്റെ പെട്ടിയും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കൊണ്ടുപോയി അടക്കാനായിട്ട് ഇവിടെ. ഇപ്പം 4 പേരുടെയും ജഡം കൊണ്ടുപോയി അടക്കി വെക്കണമെന്നാണ് പറയുന്നത്. വന്ന് ഇരുന്ന് വാങ്ങിക്കുക. ഞാൻ എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല, ഞാൻ വാണിംഗ് കൊടുത്തു ഇവളോട്. ഇവക്ക് മറുപടി കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, നീ ഇറങ്ങിപ്പോടി, ഇറങ്ങിപ്പോടി, എന്തിനാടി നിന്നെ ലൈവിൽ വന്ന് ചിലപ്പോൾ ഞാൻ പറയൂടി ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞപ്പോഴും നീ ചോണയുള്ളവനാണെങ്കിൽ എൻ്റെ തന്തയും തള്ളയും പറഞ്ഞു നോക്കടി എന്നാ പറഞ്ഞത് അവള്. അപ്പൊ അവളുടെ ആഗ്രഹം അതല്ലായിരുന്നു, ഈ തന്തയും തള്ളേനെ ഏറി കയറ്റണമെന്നായിരുന്നല്ലോ. എൻ്റെ തള്ള പറവെടിയായിരുന്നു, അതുകൊണ്ട് പറവെടി തള്ളയെ നീ ഒന്ന് പറഞ്ഞു നോക്കടി നിനക്ക് ചോണ ഉണ്ടെങ്കിൽ എന്നാ അവൾ ചോദിച്ചത്. തള്ള പറവടി തള്ളയാണെന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? അവിടെ തള്ള പറവടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? അയ്യോ കഴിവേറി മോനെ, ഇവിടെയും ചുമന്നുകൊണ്ട് നടക്കുന്ന നിന്നെ പറയണമല്ലോടാ കൂതറയ്ക്കുണ്ടായവനെ. കാരണം പൊട്ടിച്ചിടണം കൊടറ അവക്ക് ഈ കൂതറയെ. കണ്ടവന്മാരുടെ മുഴുത്ത ലിംഗവും തിരക്കി നടക്കുന്ന ഇവളെയൊക്കെ ഭാര്യയായിട്ട് കൊണ്ടു നടക്കുന്ന നാണവുമാനവും ഇല്ലടാ ഊളെ നിനക്ക്. ആ കൊച്ചിനെ DNA എടുത്ത് നോക്ക്, നിന്റെ തന്നെയാണോ എന്ന് ആദ്യം DNA എടുത്ത് നോക്ക്. കാരണം അവർക്ക് അത്രയ്ക്കും കടിമൂത്ത് കിടക്കുന്ന സാധനമാണ്. ആ കൊച്ചിനെ DNA എടുത്ത് സെർച്ച് ചെയ്ത് നോക്ക്, അത് നിന്റെ തന്നെയാണോ, അത് ഇവള് കടിമൂത്ത് കണ്ട തുലുക്കന്മാരുടെ വഴിക്ക് ഉണ്ടാക്കിയിട്ടതാണെന്ന് പറഞ്ഞു, കൊതം കൊടുത്തുണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് ദോഹയിൽ കിടന്ന്. മനസ്സിലായോ? തുലുക്കന്മാർക്ക് കൊതം കൊടുത്ത് ദോഹയിൽ കിടന്ന് ഉണ്ടാക്കിയതാണോ എന്ന് പറഞ്ഞിട്ട് ആദ്യം പോയി DNA എടുത്ത് നോക്ക് നീയൊക്കെ. ഇല്ല, ഇവിടെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളൂല. ചേറ്റ നാണം കെട്ടവൻ. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുക, നിർത്തിയിട്ട് പോവും. മനസ്സിലായോ? നിർത്തിയിട്ട് പോയിക്കോ. ഇനി മേല പരിസരത്ത് വന്നു പോകരുത്. ഇതിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിങ്ങാണ്. ഇനിയും നീ നിർത്തത്തില്ല, ഇനിയും നീ കമന്റ് ബോക്സിനകത്ത് വരും, നീ ഇൻസ്റ്റയിൽ കമന്റിൽ വരും, അവിടുത്തെ കമന്റിൽ വരും, ഇവിടുത്തെ കമന്റിൽ വരും എന്നാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ബാക്കിയുള്ളത് കൂടി ഇപ്പം
രണ്ടുപേരുടെയും 4 പേരുടെയൊക്കെ അടക്കവേ നടന്നിട്ടുള്ളൂ. മനസ്സിലായോ? മരണമേ നടന്നിട്ടുള്ളൂ. ഇനി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഞാൻ വലിച്ച് കീറിയിടും പൊന്നെ പന്നികളെ. അതും കൂടി ഞാൻ പറഞ്ഞേക്കുവാ. ഇനി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഞാൻ വലിച്ച് കീറിയാലുണ്ടല്ലോ, നീ പിന്നെയൊന്നും താങ്ങത്തില്ല. ഞാൻ അതും കൂടി പറഞ്ഞേക്കുവാ. അതുകൊണ്ട് നിർത്തിയിട്ട് പോ. എൻ്റെ ക്ഷമയെ പരീക്ഷിക്കാതെ നിങ്ങൾ. കൊത്തി 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 അങ്ങ് മുറത്തേക്ക് കയറി അങ്ങ് കൊത്തുവാ. ദോഹയിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന മോള്, ദോഹയിൽ ജനിച്ചു വളർന്നതിൻ്റെ തുലിക്കൻ്റെയൊക്കെ സാധനം വായിലെടുത്ത് ശീലിച്ചു പോയി. ഇപ്പം എന്നെ നാറിക്കി. ദോഹയിലാണ് ജനിച്ചു വളർന്നത്. അപ്പം അതുകൊണ്ട് സകല തുലുക്കന്മാരുടെയും മുഴുത്ത ലിംഗം തിരക്കി നടന്ന് അതിൻ്റെ കടി തീർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്കിപ്പോൾ അതും ആ ദോഹയിലുള്ള മുഴുത്ത തുലുക്കന്മാരുടെ ലിംഗം കിട്ടാത്തത് കൊണ്ട് അവൾ ഇസ്രായേലിൽ കിട്ടുമെന്ന് തിരക്കി ഇറങ്ങിയതാണ്. ഇസ്രായേലിൽ കിട്ടത്തില്ലെന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ. ഇസ്രായേലിൽ ചോദിച്ചു വന്നാൽ ഇസ്രായേലിൽ കുറെ മിസൈലുകൾ ഇരിപ്പുണ്ട്, അതേ കൊടുക്കത്തുള്ളൂ. അല്ലാതെ യഹൂദന്റെ ലിംഗമൊന്നും കൊടുക്കത്തില്ല. ദോഹയിലെ മുഴുത്ത തുലിക്കന്മാരുടെ ലിംഗത്തിനകത്ത് കയറി ഇറങ്ങിയവക്ക്. മനസ്സിലായോ? ഇസ്രായേലിലെ സാധനം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടത്തില്ല നിനക്ക്. നീ മോഹിക്കണ്ട ഇസ്രായേലികളുടെ യഹൂദന്മാരുടേതിന്. നിനക്ക് ഇപ്പോഴും ഓഫറുണ്ട്. നിന്റെ തന്തയോട് എന്ന് പറ, ദോഹയിലെ നിനക്ക് പണ്ട് നിന്റെ കാര്യം നടത്തി തന്ന തുലുക്കന്മാർ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അവന്മാരോട് തന്നെ പോയി ചോദിച്ചു വാങ്ങി എരന്ന് തിന്നാൻ പറഞ്ഞു നിന്നോട്. എന്തായാലും നിന്റെ ചെറിയ ചുണ്ണിയിരിക്കുന്ന നിന്റെ കുണ്ടൻ ആണും പെണ്ണും കെട്ട ചീണ്ടി എന്ന് പറയുന്ന ഈ കെട്ടിയവനെന്ന് പറയുന്ന ഈ വൃത്തികെട്ട വാണം വിട്ടവന് നിനക്ക് എന്തായാലും നിന്റെ സോക്കേട് തീർത്തു തരാൻ പറ്റത്തില്ല. നിന്റെ കടി തീർത്തു തരാൻ പറ്റത്തില്ല, അവന് തീർത്തു തരാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടും. മനസ്സിലായോ? ഉറപ്പായിട്ടും അതവന് ചെയ്തു തരാൻ പറ്റത്തില്ല. അത് കൊണ്ടാണ് നീ ഇത്രയ്ക്കും കിടന്ന് അഹങ്കരിക്കുന്നത്. അപ്പം അതിന് ഒറ്റ പരിപാടിയുള്ളൂ. നിന്റെ തന്തയോട് പറഞ്ഞാൽ ദോഹയിൽ തന്തയുടെ ചർച്ചിലുള്ള കുറേ എണ്ണങ്ങളും കിട്ടും, ബന്ധുക്കളും കിട്ടും, പോരാതിന് കുറേ തുലുക്കന്മാരെയും കിട്ടും. ഇവനെ ഡമ്മി പീസായിട്ട് നീ കൂടെ കൊണ്ട് വേണമെങ്കിൽ വെച്ച് നടന്നു. ഈ ചെറിയ ചുണ്ണിയുള്ള സാധനത്തിന് അവനൊരു ഒരു പാവ സാരിയും കൂടി കൊടുത്തു കൊടുക്കുക. അവന് പാവാടയും സാരിയും കൂടി. കാരണം നിങ്ങൾക്ക് മാച്ചായിട്ട് പോകുന്നത് നല്ലതാണ്. മനസ്സിലായോ? ഒരു സാരിയും കൂടി അവന് എടുത്തു കൊടുത്താൽ അവന് പറ്റും. അവനാണല്ലാത്തത് കൊണ്ടാടി നീ വന്ന് ഇങ്ങനെ അടി മേടിക്കുന്നതും നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നതും അവനാണല്ലാത്തത് കൊണ്ടാണ്. അല്ലാത്ത നല്ല വീട്ടിലെ പെണ്ണുങ്ങളോ ആണുങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യം സംസാരിച്ച് ഒരു വാണിങ്ങും കിട്ടി. ലൈവിൽ ഞാൻ വരുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു നീ പോടി, ഇറങ്ങി പോടി, ലൈവിൽ ഞാൻ എന്നെ കൊണ്ട് വരുത്തിക്കാതെ പോടി എന്ന് പറഞ്ഞ് എൻ്റെ പ്രിയ സൗഹൃദങ്ങളെ ഞാൻ അവൾക്ക് മെസ്സേജ് വഴിക്ക് വാണിംഗ് കൊടുത്തിട്ട് പോലും അവിടെ നടക്കത്തില്ല. ഇല്ല, എനിക്ക് ഒന്നിൽ യഹൂദന്മാരുടെ മുഴുത്ത സാധനം തരാതെ ഞാൻ ഇറങ്ങിപ്പോകത്തില്ലെന്ന് പറഞ്ഞു ഒറ്റ നിലയ്ക്ക് ജില്ലെന്ന് മേടിച്ചവളെ ഇവള്. എനിക്ക് എവിടെ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റും? ഇവള് ചോദിക്കുന്ന ആഗ്രഹത്തെ നടത്തി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അവിടെ തന്തയോട് പോയി ചോദിക്കണം. അവൾക്ക് അത്രയ്ക്കും കടിമൂത്തുകളൊക്കെ ആണെങ്കിൽ. കഴിവേറി മോനെ. ഈ നായിൻ്റെ മോൻ പെറ്റിട്ട സമയം വാണം വിട്ട് വെള്ളം കളഞ്ഞ സമയത്ത് അവൻ കൊണ്ടുവരണ്ട് വാഴ കൊണ്ട് വെച്ചിട്ട് അതിനെ ഒഴിച്ചിരുന്നുവെങ്കിലും അതെങ്കിലും വേണ്ടി കൊല കൊടുത്തു തന്നെയായിരുന്നു. കഴിവേറി മോൻ. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഊള 2 കൂതറകളെ പ്രസവിച്ചിട്ടിട്ട് തീട്ടം വാരി അടിക്കൂടെ ചേറ്റ നിന്റെ മുഖത്ത്. 2 കൂതറകളെ പ്രസവിച്ചിട്ട് നിനക്ക് നാണമില്ലട. നീ എന്തോ അഭിമാനമാണ് ജീവിതത്തിൽ നിനക്കുള്ളത് വൃത്തികെട്ടവനെ. 2 കൂതറ മക്കളെ പ്രസവിച്ചിട്ടോ? പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അന്തസ്സായിട്ടുള്ള മക്കളെ പ്രസവിച്ചിടണം. മറ്റുള്ളവർക്ക് അഭിമാനമുള്ള മക്കളെ പ്രസവിച്ചിടണം. അല്ലാതെ പരസ്യകോല കാഴ്ചയാക്കിയിട്ട് കണ്ടവന്മാരുടെ മുഴുത്ത സാധനം തിരക്കി നടക്കുന്ന മോളെയല്ല പ്രസവിച്ചിടേണ്ടത്. പ്രസവിച്ചിടുമ്പോൾ നല്ല അന്തസ്സുള്ള മക്കളെ വേണം പ്രസവിച്ചിടാൻ. പറഞ്ഞാൽ മനസ്സിലായോ? നടക്കുന്നു വാച്ചർ എന്ന് പറഞ്ഞിട്ട് നിന്റെ വളർത്തു ദോഷമാ ഈ കൂതറപ്പെണ്ണ് ഇങ്ങനെ വളർന്നത്. നീ നല്ല രീതിയിലുള്ള വളർത്തിയിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ പഠിക്കുന്ന സമയത്തെ ഓടി നടന്ന് കണ്ടവന്മാരുടെ മുഴുത്ത സാധനം തിരക്കി നടക്കത്തില്ലായിരുന്നു. അതും പറ്റുന്നില്ലെങ്കിൽ അവൾക്ക് നാടൻ കുതിരയുടെ സാധനം കൊടുക്കുക. ജീൻസ് സ്റ്റൈൽ അത് തന്നെ. ഇതാണ്ടോ അവൾക്ക് നാടൻ കുതിരയുടെ സാധനം മേടിച്ചു കൊടുക്കാനെന്ന്. അവൾക്ക് അതും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ചേറ്റേ. ഫ്ലെന്നി ക്ലിന്റൺ ആഫ്രിക്ക വരെ തന്തയ്ക്ക് പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. അവൾക്ക് ആഫ്രിക്കയിൽ പറ്റില്ല, കറുത്തവർക്കാരും പറ്റില്ല. അവളുടെ റേഷ്യസം കൂടുതലുള്ളവളാണ്. അവൾക്ക് വെളുത്ത തുലുക്കന്മാരുടെ ആണെങ്കിൽ അവൾക്ക് ഓക്കെ ആകും. പാച്ചറ് ഊളപ്പാച്ചറ്
നേരാവണം എന്താ മക്കളെ വളർത്താൻ കഴിയാത്ത കൂത്രയ്ക്കുണ്ടായവൻ മറ്റു വിശ്വാസികളെ അങ്ങ് ഉപദേശിച്ച് നന്നാക്കാൻ നടക്കും. ശമ്പട വാട, റൂബല വാട, ഈബല വാട, ദുളകട വടകട, വടകട വടകടകൾ കുറെ വടവിറ്റ് ഇവനൊക്കെ നടന്നിട്ട് ഇവൻ കൂത്ര മക്കളെയും പ്രസവിച്ചിട്ട് നാരി നക്കളിച്ചിട്ട് ഇവൻ നടക്കുക. വൃത്തികെട്ടവൻ. ചേറ്റ പട ചേറ്റെ. തീട്ടത്തിൽ കൊണ്ടുപോയി നിന്റെ ഫാമിലിയെ കൊണ്ട് മുക്കി വെക്കണം. തീട്ടത്തിൽ കൊണ്ടുപോയിട്ട്. അത്രയ്ക്ക് നാറിയ വർഗങ്ങളാണ് നീയൊക്കെ. അതുകൊണ്ട് സൂക്ഷിച്ചും ഇനിയും മകളോട് പറഞ്ഞു വെച്ചില്ലെങ്കിൽ എൻ്റെ പൊന്നും മോനെ, കഴിവേറി മോനെ, നിന്നോടാ ഞാൻ പറയുന്നത്. ആ തന്തയ്ക്ക് പറക്കാത്തവളോട് നിന്റെ ഭാര്യ പോയി കണ്ടവന്മാർക്ക് വാണമിട്ട് ഉണ്ടാക്കി കേടുത്ത സാധനമില്ലേ നിസ്സി ജോസ്, അവളോട് പറഞ്ഞു പോയി അടങ്ങി ഇരടി കഴിവേറി മോളെ എന്ന് പറഞ്ഞ് അവൾക്ക് കൊടുത്തിട്ട് കൊറണം പൊടിച്ച് നീ ഒരെണ്ണം കൊടുക്ക്. അവൾ അങ്ങനെയെങ്കിലും അടക്കി വെക്കേ. നട്ടലുള്ളവന്മാരായിട്ട് ഏതെങ്കിലും കൊറണം എണ്ണീരിടാ എൻ്റെ കുടുംബത്ത് അവൾ അടക്കി വെക്കാൻ. അങ്ങനെയെങ്കിലും അവൾ അടക്കി വെക്കുക. അല്ലെങ്കിൽ അടുത്ത ലൈവിൽ വരും. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി അടുത്ത ലൈവിൽ ഞാൻ വരേണ്ടി വരും. എന്നെ വരുത്തിക്കരുത് അടുത്ത ലൈവിലോട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യിക്കാൻ. കാരണം ഈ ലൈവ് പോലും ഞാൻ വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു ഈ ലൈവിൽ ഞാൻ വരും, എന്നെ കൊണ്ട് വരുത്തിക്കരുത്, ഇറങ്ങി പോടിയെന്ന് പറഞ്ഞിട്ടും അവൾ വന്നിട്ട് പറഞ്ഞു നീ ചോണയുണ്ടെങ്കിൽ എൻ്റെ തന്തയും തള്ളയും കൂടി നീ ലൈവ് ചെയ്ത് നോക്കടി, നിനക്ക് അതിനുള്ള ചങ്കൂറ്റം ഇല്ലെന്ന് എന്നെ വെല്ലുവിളിച്ചത് കൊണ്ടാണ് എനിക്ക് വരേണ്ടി വന്നത്. പറഞ്ഞ മനസ്സിലായടാ വിവരം കേട്ടവനെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് ഞാനിപ്പോൾ ചെയ്തത് വേറൊന്നും കൊണ്ടല്ല, ഇത് അനിവാര്യമായി. ഇത് കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെയായിരുന്നു. പെസകയുടെ സമയത്തായപ്പോഴത്തേക്കും എന്താ പറഞ്ഞേ, ചിലതിനെയൊക്കെ ഇതുപോലെ കാലേവാരി തല്ലി അടിച്ച് ഓടിക്കേണ്ടി വന്നിരുന്നു. അതുപോലെ ഇതും സാത്താൻ്റെ വലിയൊരു കൊടിയ സാത്താന. മനസ്സിലായോ? ഇതിന് കുറച്ച് അടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അതിപ്പോൾ കിട്ടി. അതിന് വാങ്ങിച്ചിട്ട് അതിൻ്റെ വഴിക്ക് അങ്ങ് പോയിക്കോളും. ഇനി വരത്തില്ല. ഇനി വന്നാൽ വിവരം അറിയും. ഇനി വന്നാൽ അടുത്ത പോസ്റ്റ്മോർട്ടമാണ്. ഇനി കൊലപാതകമൊന്നുമില്ല, ഇനി മരണമൊന്നുമില്ല, ഇനി പോസ്റ്റ്മോർട്ടത്തിൽ ചെന്ന് അവസാനിക്കും. മനസ്സിലായോ? അതുകൊണ്ട് മക്കളെ നല്ല രീതിക്ക് തന്തയും തള്ളയൊക്കെ വളർത്തണം. നല്ല രീതിക്ക് തന്തയും തള്ളയൊക്കെ മക്കളെ വളർത്തിയാൽ ഇതുപോലെ മക്കളുടെ പേര് ചൊല്ലി നാറേണ്ടി വരത്തില്ല. മനസ്സിലായോ? അവൾക്ക് നാറിയാലും കുഴപ്പമൊന്നുമില്ലെന്ന് അവൾ പറയുന്നത്. എനിക്കൊരു കുഴപ്പവുമില്ല, എൻ്റെ തന്തയിൽ ഒന്ന് ഫേമസ് ആകും എന്നാ അവരുടെ ഉദ്ദേശം. എന്നാ അങ്ങനെ കിടക്കട്ടെ. മനസ്സിലായോ? അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തുവാ ഈ ലൈവ് ഞാൻ ചെയ്തത് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. ഈ ശബത്ത് ദിവസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സാത്താനെ ദൈവം ശബത്ത് ദിവസത്തിൽ അടിച്ചു പുറത്താക്കിയേ. മനസ്സിലായോ? നിങ്ങൾക്ക് കുറച്ച് ദഹിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ പറയാമോ റീന, ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ റീന എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ കുറച്ച് ദഹിക്കാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെന്ന് വരും. പക്ഷേ ദഹിക്കണം. കാരണം സാത്താനെ അടിക്കുമ്പോൾ സാത്താനെ അടിക്കുന്ന നിലവാരത്തിൽ അടിക്കാവൂ. സാത്താനെ തീട്ടം മുക്കിയേ അടിക്കാവൂ. അവനെ അടിക്കുമ്പോൾ മുന്നും പിന്നും നോക്കരുത്. അവനെ ഏറി കയറ്റി നിർത്തി അടിക്കണം. അതാ ചെയ്യേണ്ടത്. അല്ലാതെ അവന് ദൈവദാക്ഷിണ്യമൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് സാത്താനെ ഇങ്ങനെ അടിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് അനിവാര്യമാണ്. ഇതൊക്കെ ജീവിതത്തിൽ പാഠമാണ്. അല്ലാതെ ആരുടെയും മുമ്പിലും ദൈവമക്കൾ താഴ്ന്നു കൊടുക്കരുത്. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവൻ ഓടിപ്പോകുന്നില്ലയോ? പോകുന്നത് വരയ്ക്കും അടിക്ക്. അവൻ ഓടിപ്പോകുന്നില്ലയോ? പോകുന്നത് വരയ്ക്കും അടിക്ക്. അവനെ പോകുന്നത് വരയ്ക്കും അടിച്ച് ഓടിക്ക്. അവിടെയാ നിങ്ങളുടെ വിജയം. അല്ലാതെ അവനെ വെറുതെ വിടരുത്. അവൻ ജില്ലെന്ന് പറഞ്ഞ് നിൽക്കും. അവന് വെറുതെ വിടരുത്. അവന് പോകുന്ന വരയ്ക്കും അടിച്ചുകൊണ്ടിരിക്കണം. അതാ ചെയ്യേണ്ടത്. കാരണം ഇതൊരു കൊടിയ സാത്താന. ഈ നിസ്സി ജോസ് എന്ന് പറയുന്ന ഈ പന്നവള് കൊടിയ സാത്താന. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ലെങ്കിലും അത് കാണാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ഈ ലൈവ് വന്ന് അവക്കിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും അത് കാണാൻ പറ്റുന്നുണ്ടാകത്തില്ല. പക്ഷെ അത് കറക്റ്റായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവളുടെ ഉള്ളിലിരിക്കുന്ന കൊടിയ സാത്താൻ. അപ്പം അവക്ക് സാത്താന് കൊടുക്കുന്ന നിലവാരത്തിലേ അടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സാധാ മനുഷ്യരോട് സംസാരിക്കുന്ന നിലവാരത്തിലൊന്നും ഇവളോട് സംസാരിക്കാൻ പറ്റുമോ? സാത്താനെ നമ്മൾ എപ്പോഴും കാണേണ്ടത് ആ ഒരു കാഴ്ചപ്പാടിലും ആ ഒരു കണ്ണിലും മാത്രമാണ്. സാത്താനെ അടിക്കുമ്പോൾ ഊരിഞ്ഞിട്ട് കാളാമണ്ടം എടുത്തിട്ട് സാത്താനെ അടിക്കണം. ഊരിഞ്ഞിട്ട് കാളാമണ്ടം എടുത്തിട്ട് അടിക്കണം. അവരെ പരസ്യ കാഴ്ചയാക്കി തീർക്കണം. കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് ക്രൂശിൽ സർവായുധവർഗം വെപ്പിച്ച് അവനെ ജയോത്സവം കൊണ്ട് അവനെ പരസ്യ കാഴ്ചയാക്കി തീർത്തു. തുണി പോലും ഇല്ലാത്ത നഗ്നനാക്കി പിശാചിനെ അടിച്ച് ഓടിച്ചെന്ന കർത്താവ് ക്രൂശിൽ ചെയ്തത്.
ഈ കൂതറവർഗ്ഗങ്ങളോടും ഈ സാത്താനിക കുഞ്ഞുങ്ങളോടും ഇങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഇങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്. അടിക്കുന്ന അടിയിൽ തുണിയില്ലാതെ നട്ടം തിരിഞ്ഞ് ഓടേണ്ട ഓട്ടം ഇവറ്റുങ്ങൾ ഓടണം. മനസ്സിലായോ? അതുകൊണ്ടായി എനിക്ക് അങ്ങനെ കൊടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അറിഞ്ഞുകൊള്ളുക, ഇതൊക്കെ ഒരു പാഠമാണ്, മനുഷ്യകുലത്തിനൊരു പാഠമാണ്. കാരണം ഇത് ഓർത്തഡോക്സിലുള്ള മനുഷ്യരാണെങ്കിൽ ഇങ്ങനെ വരത്തില്ല, യാക്കോബറ്റുകാരാണെങ്കിലും ഇങ്ങനെ വരത്തില്ല, മറ്റ് ഇതര സമൂഹത്തിൽപ്പെട്ടവരാണെങ്കിലും വരത്തില്ല. പക്ഷെ പെന്തോകളെന്ന് പറയുന്ന സാധനം ഉടുമ്പ് പിടിക്കുന്ന കണക്ക് പിടിച്ചിരിക്കും. ജില്ല ജില്ല ജില്ലെന്ന് പറഞ്ഞിട്ടാണ് മറ്റുങ്ങളുടെ സ്വഭാവം. കാരണം ഈഗോ താണ് കൊടുക്കാൻ പറ്റത്തില്ല. എനിക്കെന്തോ ഉണ്ട്, ഞാൻ എന്തോ ആണ്, ഞാൻ എന്തോ എന്ന ഭാവം അവറ്റങ്ങളിങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ജില്ല ജില്ലെന്ന് പറഞ്ഞ് ബന്ധുക്കൾ നിൽക്കും. അവറ്റങ്ങളുടെ ഈഗോ ഭാവം താണ് കൊടുക്കാൻ അനുവദിക്കത്തില്ല. അപ്പം അവറ്റങ്ങൾക്ക് കൊടുക്കേണ്ട രീതിയിൽ അടി കൊടുത്താലേ പത്തി വളർത്തത്തുള്ളൂ. അങ്ങനെ അടിച്ചു വേണം കരണം പൊളിക്കാൻ അവറ്റങ്ങളുടെ. മനസ്സിലായോ? ഇന്നാലും ഇവളടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത പോസ്റ്റ്മോർട്ടത്തിന് ചിലപ്പോൾ ഞാൻ വരേണ്ടി വരുമായിരിക്കും. മനസ്സിലായോ? ഇവളുടെ പോക്ക് കണ്ടിട്ട് ഇവിടെ അടങ്ങുന്ന ഒരു ലക്ഷണവും ഇല്ല. അപ്പോൾ അടുത്ത പോസ്റ്റ്മോർട്ടത്തിന് ഞാൻ ചിലപ്പോൾ വരേണ്ടി വരുമായിരിക്കും. അപ്പോൾ ആ പോസ്റ്റ്മോർട്ടത്തിൽ ഓക്കെ. അപ്പം ശരി പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ ഒരു ലൈവ് ഇപ്പം ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ കയറി വന്നേ. കാരണം അവൾ ഡെഡിക്കേറ്റ് ചെയ്തത് കൊണ്ട് എനിക്ക് ലൈവ് വരേണ്ടി വന്നതാണ്. സത്യത്തിൽ ഞാൻ ലൈവ് വചനം ഇന്ന് സംസാരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരുന്ന വ്യക്തിയാണ്. പക്ഷെ അടങ്ങത്തില്ല. എൻ്റെ തന്തയും തള്ളയും കൂടി ഒന്ന് ഏറി കയറ്റി അവരെയും കൂടി നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് പരസ്യപ്പെടുത്തിയാൽ മാത്രമേ ഞാൻ അടങ്ങത്തോളം നമ്മൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് വരേണ്ടി വന്നതാ. അതുകൊണ്ട് ജോസിനോട് പറയുക, നല്ല തന്തയായിട്ട് സഭയിലുള്ള വിശ്വാസികളെ രക്ഷിക്കപ്പെടുത്തിയോ സഭയിലെ വിശ്വാസികളെ നന്നാക്കിയിട്ടോ കാര്യമില്ല. നീ ആദ്യം ഈ കൂതറ മോളെ ഒന്ന് നന്നാക്ക്, അവളെ ഒന്ന് പറഞ്ഞ് പഠിപ്പീര്. ഓക്കെ. അപ്പം ശരി പ്രിയ സഹോദരങ്ങളെ, ഞാൻ പിന്നെ ലൈവ് വീണ്ടും വരാം. ആ സമയത്ത് വചനത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാം. ഇപ്പം സാത്താന് കൊടുക്കേണ്ട അടിക്ക് അവന് കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ലഹിത്രു.